കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും കേൾക്കത്തില്ലെങ്കിൽ ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ അല്ലേ? കേൾക്കാം. അപ്പോ നമ്മളിത് ഇന്ന് മൂന്നാമത്തെ ഇതാണ് നമ്മൾ എടുക്കുന്നത്, ചാപ്റ്ററാണ് എടുക്കുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടില്ലാത്തവർക്ക് അതിനുള്ള ലിങ്ക് ഉണ്ട്. ഇനി അങ്ങനെ അല്ലാത്ത പക്ഷം ഒരു മിനിറ്റ് മാത്രം എടുത്തിട്ട് ഞാനത് പറയാം. കരുണാസമ്പന്നൻ എന്ന ഈ 1980 ചാക്രിക ലേഖനം ആ കാലങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടില്ല എങ്കിൽ പോലും പിന്നീട് അത് വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. പ്രത്യേകിച്ച് 2015 കരുണാവർഷാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇതിലെ 8 അധ്യായങ്ങളാണുള്ളതെന്ന് നമ്മൾ കണ്ടു. ഇതിൽ ആദ്യത്തേത് പിതാവ് ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്ന പിതാവിനെ സംബന്ധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു ദൈവത്തിന് ഒരു ദൃശ്യവൽക്കരണം നടത്തുകയാണ്. താൻ എത്ര കരുണയുള്ളവനാണ്, അതുപോലെ കരുണയുള്ളവനാണ് ദൈവം. താൻ എത്രമാത്രം മനുഷ്യരോട് അടുത്തിരിക്കുന്നവനാണ്, അങ്ങനെ നമ്മളോട് അടുത്തിരിക്കുന്നവനാണ് ദൈവം. അങ്ങനെ സാധർമ്മ്യവും സാദൃശ്യവും വെച്ച് പുലർത്തുന്നവനാണ് ദൈവം. അവിടുത്തെ ഇടപാടുകളിൽ, അവിടുത്തെ മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തിൽ. ഇങ്ങനെ ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞതിന് ശേഷം അത്രേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളത് നമുക്ക് കഴിഞ്ഞത് നോക്കുകയല്ലാതെ ഇനിയിപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോഡാകും. അതുകൊണ്ടാണ് നമ്മൾ സമയം അതിനുവേണ്ടി തന്നെ വിനിയോഗിക്കും. കഴിഞ്ഞ കൂടി അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ. രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞതോടുകൂടെ ഒരുപാട് സമയം നമുക്ക് പോയി. ആദ്യത്തേത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. രണ്ടാമത്തേത് ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്, മെസയാനിക സന്ദേശം. അതായത് ക്രിസ്തുവിന്റെ രക്ഷാകര സന്ദേശം. കാരുണ്യത്തിന്റെ ആളവതാരമാണ് താനെന്നും ലോകത്തിൽ സ്നേഹം സന്നിഹിതമാണ്. അതാണ് ആ കീ വേർഡ് ആയിരുന്നത്. ലവ് ഈസ് പ്രസന്റ് ഇൻ ദിസ് വേൾഡ്. ക്രിസ്തു എന്നത് തൊട്ടു നോക്കാവുന്ന, സ്പർശിക്കാവുന്ന, രുചിച്ചറിയാവുന്ന, കാണാവുന്ന, കേൾക്കാവുന്ന സ്നേഹമാണ്. ഈ ഒരർത്ഥത്തിലേക്കാണ്, ഈ ഒരു ആശയത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒന്നാമത്തേത് അദൃശ്യനായ അസ്പർശിയായ ദൈവത്തെ എന്നെ കാണുന്ന പിതാവിനെ കാണുന്നു എന്ന ഫിലിപ്പിനോടുള്ള ഉത്തരത്തിലൂടെ ക്രിസ്തു ദൃശ്യവൽക്കരിച്ചു. രണ്ടാമത് ലോകത്തിൽ സ്നേഹം സന്നിഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്നും അതൊരിക്കലും ഒരു എടുക്കാച്ചരക്കല്ലെന്നും എന്നും എക്കാലവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെ ഈ ഉൾച്ചരട് അവിടെ ഉണ്ട് എന്നും പറഞ്ഞ ഒരു ആശ്വാസത്തിന്റെ ദൂതാണ് തരുന്നത്. ചുരുക്കത്തില് ദൈവം തന്നെ മനുഷ്യനോട് കാരുണ്യമായി വെളിപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥയോടുകൂടിയാണ് നമ്മൾ സമാപിച്ചത്. കരുണാപൂർണർക്ക് കരുണ ലഭിക്കും. അതൊരു വ്യവസ്ഥയാണ്. ദൈവത്തിന് നമ്മളോട് കരുണയുള്ളതുപോലെ നാമും കരുണയുള്ളവരാകാൻ വേണ്ടി വിളിക്കപ്പെടുകയും വിധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേതിലെ ഏറ്റവും രത്നച്ചുരുക്കമായി പറഞ്ഞ. മൂന്നാമത്തേതില് താരതമ്യേന ഒരു അപ്രധാനമെന്ന് എനിക്ക് തോന്നിയ എൻ്റെ ഒരു അബദ്ധം ഞാൻ പറയുന്നു. കാരുണ്യം പഴയ നിയമത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണല്ലോ. കാരുണ്യം പഴയ നിയമത്തിൽ എന്നത് ഒരു 1-2 അല്ല ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് എടുത്തിട്ട് അതങ്ങ് പറഞ്ഞതിന് ശേഷം എന്താണ് കാരുണ്യം എന്നുള്ളത് ഇസ്രായേലിയരുടെ ജീവിതത്തിൽ ഉണ്ടായ കാരുണ്യം എന്നുള്ളതൊന്ന് കാണിച്ചിട്ട് ഇതിന്റെ ഒരു എന്താ പറയുക, ക്ലൈമാക്സ് ആയിരിക്കുന്ന ധൂർത്തപുത്രന്റെ ഉപമയിലേക്ക് പോകണമെന്നും അതിനുശേഷം അതിനും അപ്പുറത്തേക്ക്, ക്ലൈമാക്സിന്റെ അപ്പുറത്തില്ലല്ലോ. അപ്പൊ എന്താ ചോദിച്ചാല് ക്ലൈമാക്സിന്റെ ആരംഭം ധൂർത്തപുത്രനാണ്. രണ്ടാമത്തേത് പെസഹ രഹസ്യത്തിലെ കാരുണ്യ പ്രദർശനം. ഇതിലേക്ക് പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ച് തുടങ്ങിയെങ്കിലും അപ്പോഴാണ് എനിക്ക് ബെനഡിക്ടസ് 16 നമ്മുടെ കർത്താവിന്റെ വചനം എന്ന അതിൽ പറഞ്ഞിരിക്കുന്ന ഒരാശയം എത്രമേൽ സാങ്കത്യമുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാതെ നമുക്കൊരിക്കലും പുതിയ നിയമത്തെ മനസ്സിലാക്കാനോ അതിനെ സമീപിക്കാനോ സാധ്യമല്ല. അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കർത്താവിന്റെ വചനത്തിന്റെ അവസാന ഭാഗമാകുമ്പോഴത്തേക്ക് അത് പറയുന്നു. അതുകൊണ്ട് തന്നെ
വളരെ വിശദമായിട്ടും നൂലിഴ കീറിയും എന്താണ് ദൈവം കാണിച്ച പഴയ നിയമകാലത്തെ കരുണ എന്നുള്ളത് മനസ്സിലാക്കാതെ ധൂർത്തപുത്രന്റെ ഉപമയിൽ നിന്നല്ല പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഏറെ വിഷണ്ണതയോടുകൂടി ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അരമണിക്കൂർ കൂടുതൽ എടുക്കും എന്ന് പറയാം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ആമുഖം എടുത്തത്. അപ്പൊ കാരുണ്യം എന്ന ആശയം പഴയ നിയമത്തിൽ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അധ്യായം അഥവാ മൂന്നാമത്തെ അധ്യായം. ഇതിനെ വേറെ ഉപശീർഷകങ്ങളൊന്നുമില്ല. ഒരൊറ്റ ശീർഷകത്തിൽ നെടുനെടുക്കനായിട്ട് ഒരൊറ്റ സംഗതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പഴയ നിയമത്തിലെ ദൈവജനം ദൈവത്തിന്റെ കരുണ അറിയുകയും അനുഭവിക്കുകയും ചെയ്തവരാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ അദ്ദേഹത്തിന്റെ നിരീക്ഷണം. അത് വ്യക്തിപരമായി അറിഞ്ഞവരുണ്ട്, ദാവീദിനെ പോലെ. സാമൂഹികമായി അറിഞ്ഞവരുണ്ട്, ഈജിപ്തിൽ നിന്ന് മെസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേല്യരെ പോലെ. സമുദായപരമായി അറിഞ്ഞവരുണ്ട്, മറ്റ് ജാതികളിൽ നിന്ന് സംരക്ഷണം ലഭിച്ചത്. രാഷ്ട്രീയമായിട്ടുള്ള വിമോചനവും അവിടെ കാരുണ്യവും ലഭിച്ചിട്ടുണ്ട്. അതായത് കാരുണ്യം എന്ന സംഗതി അവർക്ക് പുതിയതല്ല. അവരുടെ ചരിത്രം തന്നെ, ഇസ്രായേലിന്റെ ചരിത്രം തന്നെ ദൈവത്തിന്റെ കരുണ എന്ന ആശയത്തെ മുൻനിർത്തി മാത്രം സൃഷ്ടിക്കപ്പെട്ടത്. ഈ അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് പറയുന്നു. അവിടെ തൊട്ടിട്ട് ആരംഭിക്കുന്നു ദൈവത്തിന്റെ കരുണയുടെ അതുല്യമായ പ്രകാശനം. ഇനി അദ്ദേഹം പറയുന്നത് ദൈവം കരുണ കാണിച്ചു, അങ്ങനെ വളർന്നു പന്തലിച്ച ഒരു ജനതയൊന്നുമല്ല ഈ ഇസ്രായേലിലെ ജനത. ദൈവം കരുണ എവിടെയൊക്കെയാണോ ദൈവം അവരെ വിളിച്ചത് അവിടെയൊക്കെ വിളിച്ചടത്ത് ചെല്ലാതെ കൊതറിപ്പോയവരാണത്. ദൈവത്തിന്റെ ഉടമ്പടി എവിടെയൊക്കെയാണോ പാലിക്കേണ്ടത് അതിലൊട്ടുമിക്കവാറും സ്ഥലത്തും അവർ പാലിക്കാതെ അവിടെ നിന്ന് പലപ്പോഴും ലംഘിക്കുക ചെയ്തത്. തങ്ങൾ ലംഘിച്ചു എന്നറിഞ്ഞപ്പോഴെല്ലാം അതെങ്ങനെ അറിഞ്ഞു? പ്രവാചകന്മാരിലൂടെ. അവിടെ ഈ പ്രവാചകന്മാരുടെ പ്രസക്തിയുള്ളത് ദൈവത്തിന്റെ വചനം, പ്രകർഷണയുള്ള വചനത്തിന്റെ പേരാണല്ലോ പ്രവചനം. ദൈവത്തിന് വേണ്ടി ദൈവത്താൽ പ്രേരിതനായി ദൈവം അയച്ച മനുഷ്യൻ സംസാരിച്ചപ്പോൾ അവർ അനുദപിച്ചപ്പോ അവർക്ക് കരുണ ലഭിച്ചു. കരുണ ലഭിച്ചപ്പോൾ ആ കരുണയിലൂടെ അവർ ദൈവത്തിന്റെ പാതയിലേക്ക് നടന്നു. അപ്പോ ഇസ്രായേലിൽ അനുഭവിച്ച കരുണ എന്ന് പറഞ്ഞാല് അത് വളരെ വലുതാണ്. ഉദാഹരണത്തിന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇന്ന് ഒരുപാട് പഴയ നിയമ തിരുവചനങ്ങൾ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഒന്ന് ദയവായി ക്ഷമിക്കുക. ഇസ്രായേൽക്കാർ കർത്താവിനെ മറന്ന് ബാലായയിലും എസ്രാസയെയും സേവിച്ച് തിന്മ പ്രവർത്തിച്ചു. ഇതിനകത്ത് ഈ ബാലായ എനിക്ക് നേരിട്ട് പരിചയമില്ല. എസ്ത്രോസിനെ നിങ്ങൾക്കറിയാം. ഈ ഈസ്ട്രോജൻ യുവത്വത്തിന്റെ ദേവിയ എസ്ത്രോസ്. അതിൽ നിന്നാണ് ഈ ഈസ്ട്രോജൻ എന്ന ഹോർമോണിന് പേരിട്ടിരിക്കുന്നത്. അപ്പോ യുവത്വത്തിന്റെ ദേവിയെയും ബാലായെയും ഒക്കെ സേവിച്ച് അവര് തിന്മ പ്രവർത്തിച്ചു. അത് കണ്ട് കർത്താവ് കോപിച്ചു. ദുഷ്ടനായ കൂശാന്റെ കൂടെ 8 വർഷം അവര് ദാസ്യവൃത്തി ചെയ്യേണ്ടി വന്നു. 9-ാമത്തെ വാക്യം, ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവ് അവരെ രക്ഷിച്ചു. എവിടെയൊക്കെ നിലവിളി ഉണ്ടോ അവിടെയൊക്കെ രക്ഷയുണ്ട്. ഈ രക്ഷ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? 40 വർഷം സ്വസ്ഥത ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെയും തിന്മ. 12-ാമത്തെ വാക്യമാകുമ്പോ പിന്നെയും തിന്മ. മോവാബ് രാജാവ് എഗ്ലോന്റെ കാലത്ത് കീഴടക്കി. അങ്ങനെ 18 വർഷം. അത് കഴിഞ്ഞിട്ട് 15-ാമത്തെ വാക്യം പറയുന്നത് ന്യായാധിപന്മാരുടെ 3-ന്റെ 15 വീണ്ടും നിലവിളി. പിന്നെ ആഹോറിലൂടെയാണ് മോചനം. ഇങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറഞ്ഞാല് തെറ്റിന്റെയും തിരിച്ചുവരവിന്റെയും ചരിത്രമാണ്. ശരിയുടെ ചരിത്രം അധികമൊന്നുമില്ല. ഇനി സോളമന്റെ ദേവാലയ പ്രതിഷ്ഠ, അത് നിങ്ങൾ എവിടെയെങ്കിലും സൗകര്യം പോലെ ഇരുന്ന് വായിക്കേണ്ടുന്ന ഒന്നാണ്. എക്കാലത്തും പ്രാർത്ഥിക്കുകയും മനനം ചെയ്യുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യേണ്ടുന്ന ഒന്നാണ് സോളമന്റെ ദേവാലയ പ്രതിഷ്ഠ. 1 രാജാക്കന്മാരുടെ 8-22 മുതലുള്ള 53 വരെയുള്ള ഭാഗങ്ങൾ. കാരുണ്യം എന്നതിനെ
ആവശ്യമായ ഒരു സംഗതിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് കർത്താവെ അങ്ങ് കാരുണ്യം കാണിക്കാതെ ഒരു രക്ഷയുമില്ല എന്നുള്ള മാതിരിയാണ്. അതുകൊണ്ടാണ് അവസാനം ദൈവം പ്രത്യുത്തരിച്ചത്, ഈ ആലയത്തിന് മേൽ എന്റെ കരുണാപൂർവകമായ കടാക്ഷം, ഹൃദയപൂർവകമായ കടാക്ഷം, എന്റെ ഹൃദയത്തെയും എന്റെ കണ്ണിനെയും എന്ന പഴയ ചില വിവർത്തനങ്ങളിലുള്ളത്. എന്റെ ഹൃദയത്തെയും എന്റെ കണ്ണിനെയും ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു എന്ന. അത് പിന്നെ നമ്മളത് കമ്പൈൻ ചെയ്തിട്ട് ഇതായിരിക്കാം കൂടുതൽ ശരി, എനിക്കറിയില്ല. ഹൃദയപൂർവകമായ കടാക്ഷം എന്നാക്കി അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും മീഖായുടെ പ്രവചനങ്ങളില് 7-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ, ദൈവത്തിനെ സംബന്ധിക്കുന്ന വിശേഷണങ്ങൾ അവിടെ പറയുന്നത്, അപരാധങ്ങൾ പൊറുക്കുകയും അക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം ആരുണ്ട്? അവിടെ അപരാധങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. വീണ്ടും അവിടുന്ന് നമ്മോട് കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വലിച്ചെറിയും. അതുകൊണ്ട് യാക്കോബിനോട് വിശ്വസ്തതയും അങ്ങ് അബ്രഹാമിനോട് കാരുണ്യവും കാണിക്കും. അതായത് പറഞ്ഞു വരുന്നത് ഇതാണ്, ഇസ്രയേലിന്റെ ദൈവസങ്കല്പം സർവാതിശായിയായ ദൈവം അതീവ യജമാനനായി, അതിഭയങ്കരനായ ഒരു യജമാനനായി നിൽക്കുന്നു. നമ്മളിവിടെ കുറച്ച് അടിമകള്. ഈ ഒരു ദൈവസങ്കല്പം നിങ്ങൾക്ക് പരിചിതമാണ്. നിങ്ങൾക്ക് പരിചിതമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ദൈവസങ്കല്പങ്ങൾ വെച്ചു പുലർത്തുന്നവരെ നിങ്ങൾക്കറിയാം. അസഹിഷ്ണുവായ ദൈവം, മനുഷ്യൻ എന്ന് പറയുന്നവൻ അടിമയാണ് എന്ന് പറയുന്ന ദൈവം, ഒരുവനും ദൈവസന്നിധിയിൽ പ്രാപ്യമല്ല എന്ന് പറയുന്ന ഒരു ദൈവം, പ്രതിഫലം മാത്രം തരുന്ന യജമാനൻ. ഇതൊന്നും അല്ല ദൈവം. പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ദൈവം അങ്ങനെയല്ല ചരിത്രത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോ നമ്മൾ കാണുന്ന ദൈവം അങ്ങനെയല്ല. നേരെ നടക്കാൻ പറഞ്ഞ് വഴി നടത്തുകയും ആ വഴിയിൽ നടക്കാതിരിക്കുമ്പോൾ അവർക്ക് പ്രവാചകന്മാരെ അയച്ച് അവരെ ശിക്ഷിക്കുകയും, ആ ശിക്ഷണമാണ്, നശിക്കാൻ വേണ്ടിയുള്ള ശിക്ഷയല്ല. 1-2 പേര് അല്ലെങ്കിൽ ആളുകളുടെ ഒരു രോദനം ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ശിക്ഷണത്തിലൂടെയുള്ള വഴി നടത്തലായിരുന്നു. ഈ ശിക്ഷണത്തിലൂടെ അവിടുന്ന് പ്രവാചകന്മാരിലൂടെ, പ്രബോധനങ്ങളിലൂടെ അവിടുന്ന് വീണ്ടും നേരെ നയിച്ചു. അവിടുന്ന് മറന്നുപോയി ബാക്കിയുള്ള കാര്യങ്ങള്. വീണ്ടും 1185-ാമത്തെ പേജിൽ, അത് ഞാൻ അങ്ങനെ തന്നെ എഴുതും, ബാറൂഖിന്റെ പുസ്തകത്തില് ബാറൂഖ് ആരാ നിങ്ങൾക്കറിയാം, നമ്മുടെ ജെറമിയയുടെ ക്ലാർക്കായിരുന്നു ആള്. അതില് മുഴുവൻ 33 വാക്യങ്ങളും, 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചിട്ട് മാത്രമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാറൂഖിന്റെ 2-11 മുതൽ 3-8 വരെയുള്ളത് മുഴുവൻ കരുണയുടെ വലിയ പ്രകീർത്തനമാണ്. വീണ്ടും നെഹമിയായുടെ പുസ്തകത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഞാൻ വിസ്തരിക്കുന്നില്ല. ചുരുക്കത്തില് അദ്ദേഹം 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ഖണ്ഡികയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇതൊരു സൈക്ലിക്കലായിട്ട് വരുന്ന സംഗതിയാണ്, ഒരു ചാക്രിക പ്രക്രിയയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ വഴിതെറ്റിപ്പോവും, വഴിതെറ്റിപ്പോകുമ്പോ ശിക്ഷിക്കുമ്പോ ഇവർ നേരെയാകും. അപ്പൊ കാരുണ്യം, ദൈവം ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ കാരുണ്യത്തോടു കൂടെ അവിടുന്ന് ശിക്ഷിക്കും. അപ്പൊ അവർ വീണ്ടും നേരെയാകും. കുറച്ചു കാലത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെ പ്രവാചകന്മാരിലൂടെ അവിടുന്ന് സംസാരിച്ച കാര്യങ്ങൾക്ക്, പ്രവാചകന്മാരിലൂടെ അവിടുന്ന് സംസാരിച്ച വിവിധങ്ങളായ ഇത്തരത്തിലുള്ള വ്യതിചലനങ്ങളിലൂടെ നിരന്തരമായി ദൈവം സംസാരിച്ച സംഗതികൾക്ക് ഒരാന്തരിക ഉൾച്ചരടുണ്ട്, ഒരാന്തരിക സ്കാർലറ്റ് ത്രെഡ്, ഒരു സുവർണ ബന്ധമുണ്ട്. അതിതാണ്, ദൈവം മനുഷ്യനെ കരുണാർദ്രമായി സ്നേഹിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്ത് നിസ്തേജനായി തീർന്നു. ഈ നിസ്തേജനായി തീർന്ന മനുഷ്യന്റെ കൂടെ കഷ്ടത വന്നു. കഷ്ടത യഥാർത്ഥത്തിലുള്ള അനുതാപത്തിലേക്ക് കൊണ്ടുവരുന്നു.
അനുതാപവും മാനസാന്തരവും ഉള്ളപ്പോൾ തിരിച്ചു വരാനുള്ള പ്രേരണ അവൻ ഉണ്ടാകുന്നു. വീണ്ടും വീണ്ടും ദൈവം മണവാളനടുത്ത സ്നേഹത്തോടുകൂടെ, അതാ പറയുന്നത്, മണവാളനടുത്ത സ്നേഹത്തോടുകൂടെ ഈ ജനതയെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഉടനെ തന്നെ അവര് കുറെയൊക്കെ ഇങ്ങനെ വ്യത്യാസപ്പെട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് അത് അങ്ങനെയാണ് ഇപ്പൊ അതെല്ലാം ഇവിടെ സൂചിപ്പിച്ചില്ലേ എന്ന് ചോദിക്കും. ഇല്ല, സൂചിപ്പിച്ചില്ല. ദൈവം ഇസ്രായേല് ജനതയെ എന്തിനാണ് 40 കൊല്ലം മരുഭൂമിയിലൂടെ വഴി നടത്തിയത്? എന്തുകൊണ്ടാണ് അവർ വഴി നടക്കേണ്ടി വന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത് ഭാഗികമായിട്ട് മാത്രമേ അതിനകത്തുള്ളൂ കേട്ടോ. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ബാക്കി നമ്മളുടെ ഈ ദൈവത്തിന്റെ കരുണയെ സംബന്ധിക്കുന്ന ഒരു ബാക്കി ദൈവവചന പഴയ നിയമത്തിലെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു പറയുന്നു. യഥാർത്ഥത്തില് ഇവ തമ്മിൽ എത്രയുണ്ട് ദൂരം? കനാന്യ ദേശവും മെസ്രയീമും തമ്മിൽ എത്രയുണ്ട് ദൂരം? കൃത്യം പറഞ്ഞാൽ 35 ദിവസം പരമാവധി ഈ ജനതയ്ക്ക് നടന്നെത്താൻ വേണ്ടുന്ന ദൂരമേ ഉള്ളൂ. 35 ദിവസം. ഒരു ദിവസത്തെ വഴിക്ക് അവരൊരു കൊല്ലത്തിൽ കൂടുതൽ എടുത്തു. അതിന്റെ കാരണം ഇത്രേ പറയുന്നുള്ളൂ. ഫിലിസ്ത ദേശത്തു കൂടെ പോകാം, പോയാൽ ഫിലിസ്തർ ആക്രമിക്കും. ഇവർക്ക് ആകെ അറിയാവുന്നത് ഇഷ്ടിക ഉണ്ടാക്കാൻ, അതേ അവർക്ക് അറിയുള്ളൂ. വേണമെങ്കിൽ ഇഷ്ടികക്കല്ല് പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ടും ഉണ്ടാവും. അതുകൊണ്ടൊന്നും ഫിലിസ്തീനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം അവരെ ചെങ്കടലിന്റെ അങ്ങോട്ട് നയിച്ചു എന്നുള്ളത്. അതായത് മറ്റൊരു വഴിക്ക് വളഞ്ഞു ചുറ്റി പോകുന്നു. ഈ വളഞ്ഞു ചുറ്റി പോകുന്നിടത്താ ദൈവാനുഭവം ഉണ്ടായത്. നേരെ പോവുകയാണെന്നെങ്കിൽ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. ഇവിടുന്ന് പുറപ്പെട്ടു, 2 മാസം കഴിഞ്ഞപ്പോൾ, നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി കൊടുക്കാം, 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ലാൻഡ് ചെയ്തു, സംഗതി തീർന്നു. ആരാ കൊണ്ടുവന്ന? ദൈവം കൊണ്ടുവന്നത്. ഏത് ദൈവം? ആർക്കറിയാം. 90 ദിവസത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എവിടെ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും. എന്നാൽ 40 കൊല്ലം അങ്ങനെയാണ്. ഈ 40 കൊല്ലത്തിനിടയിൽ അവർ എത്ര തവണ വ്യതിചലിച്ചു എന്നുള്ളത് ഒരേ സമയം നമുക്കൊരു തമാശനും അതേസമയം നമുക്കൊരാത്മവിചിന്തനത്തിനും വഴിയൊരുക്കുന്ന ഒരു സംഗതിയാണ്. ഏറ്റവും ആദ്യം ഇവർക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായപ്പോ തന്നെ പ്രശ്നം ഉണ്ടായി. ഫറവോയോട് ചെന്നിട്ട് നമ്മുടെ മോശ പറഞ്ഞു, ഇനി ഇവരെ ഇങ്ങനെ വിടണം എന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് കഷ്ടപ്പാടാണ്. എന്താ പറഞ്ഞത്? പുറപ്പാടിന്റെ 5:1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിമോചനത്തിന്റെ ദൂത് പറയാൻ വേണ്ടി മോശ പോകുന്ന കാര്യവും തിരിച്ച് അതിന്റെ പ്രത്യാഘാതമായിട്ട് ഇവരുടെ മേലുണ്ടായ മുഖത്തിന്റെ ആ ഒരു വർധനയുമാണ്. ഫറവോ മറുപടി പറഞ്ഞു, നിങ്ങൾ അലസര, നിങ്ങൾക്ക് ഇങ്ങനെ കർത്താവിന് ബലിയർപ്പിക്കാൻ പോണെന്ന് പറയുക. കർത്താവ് തെരഞ്ഞെടുത്ത നിമിഷത്തിൽ തുടങ്ങി ഇവർക്ക് സഹനം. കർത്താവ് തെരഞ്ഞെടുത്തു എന്നുള്ളത് അധികാരിയോട് പറഞ്ഞു, ഞങ്ങളൊന്ന് ബലിയർപ്പിക്കാൻ പോയിക്കോട്ടെ എന്ന് ഫറവോയോട് ചോദിച്ചപ്പോ അപ്പൊ തന്നെ അയാൾ വൈക്കോല് കുറയ്ക്കുകയും ചെയ്തു, അതേമാതിരി തന്നെ ഇഷ്ടിക ഉണ്ടാക്കണം എന്ന് പറയുകയും ചെയ്തു. അവിടെ തൊട്ട് തുടങ്ങി ഇവരുടെ സഹനം. പിന്നെ ഇവരെ പുറപ്പെടുത്തി കഴിഞ്ഞപ്പോ ഇവര് അനുസരണയുള്ള ആട്ടിൻകൂട്ടങ്ങളെ പോലെ മോശയുടെ പുറകെ പോയിട്ടേ ഇല്ല, ഒരിക്കലും പോയിട്ടില്ല. പുറപ്പാടിന്റെ പുസ്തകത്തിലെ 14-ാമത്തെ അധ്യായത്തില് 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ? ഇത് ഇവരുടെ ഒരു സ്വഭാവമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് ചരിത്രം എടുക്കും. ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഈ മരുഭൂമി കിടന്ന് മരിക്കാൻ വേണ്ടി ഞങ്ങളെ നീ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? അങ്ങനെ അവിടെ 16-ാമത്തെ വാക്യത്തില് ചെങ്കടൽ വിഭജിക്കുന്നതാ. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടാൻ പറഞ്ഞു, അതിനെ വിഭജിക്കുക എന്ന് ദൈവം പറഞ്ഞു. ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നുപോയി. ഈ അത്ഭുതത്തെ കുറിച്ച് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതിനു മുമ്പ് ഈ പാവം മോശ കേട്ട വാക്കുകളെ കുറിച്ചും അവരുടെ കലഹങ്ങളെ കുറിച്ചും നമുക്കറിയില്ല. ദൈവം കരുണ തോന്നി അവരോട് കരുണ തോന്നി കലഹിക്കുന്ന ജനത്തെ, എതിരിടുന്ന ജനത്തെ അതിന്റെ ഉള്ളിലൂടെ കടത്തിവിട്ടു.
മോശ അല്ലാതെ അവരാരും അപ്പൊ വിധേയത്വത്തിന്റെ ഒരു ആത്മാവിലല്ല പ്രവർത്തിച്ചത്. എന്നിട്ട് പോലും ദൈവം അവരെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. വീണ്ടും 15:22 മുതൽ 24 വരെയുള്ള സ്ഥലത്ത്, പുറപ്പാടിന്റെ തന്നെ, അവർ മാറ എന്ന സ്ഥലത്ത് വന്നു. അവർക്ക് അവിടെ വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല, അതിന് കയ്പായിരുന്നു. ഉടനെ തന്നെ ജനം പിറുപിറുക്കുകയായിരുന്നത്. എന്നാൽ വേറെ എവിടെയെങ്കിലും നോക്കാം, അല്ലെങ്കിൽ സാരമില്ല, ഇത്രയൊക്കെ വന്നല്ലോ, ഞങ്ങൾ എന്താ കുടിക്കുന്നത്? അടുത്ത ചോദ്യം അതാ, ഞങ്ങൾ എന്താ കുടിക്കുന്നത്? അവൻ പാവം മോശ 25-ാമത്തെ വാക്യം, തടിക്കഷ്ണം 25-ാമത്തെ വാക്യത്തില് മോശ അവരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു, അതെടുത്ത് അവിടെ ഇട്ടു. അപ്പോ കയ്പ് മാറി, വെള്ളം കുടിക്കാവുന്നതായി. പിറുപിറുക്കലാണ് ഇവിടെയും. പുറപ്പാടിന്റെ പുസ്തകത്തിൽ തന്നെ 16:1 തൊട്ട് 4 വരെയുള്ളത്. അപ്പോ 2-ാം മാസം 15-ാം ദിവസമായി. 2-ാം മാസം 15-ാം ദിവസമായി പുറപ്പെട്ടിട്ടേ, എന്ന് വെച്ചാൽ 45 ദിവസം. ഞാനൊരു വലിയ രഹസ്യം പറയാം. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് തോന്നിയതാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ 50 നോമ്പ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 50 അല്ല, നമുക്ക് 60 നോമ്പോ 70 നോമ്പോ ഒക്കെ ആക്കാറുണ്ട്. 45 ദിവസമാണ് പരമാവധി കപ്പാസിറ്റി. അത് കഴിഞ്ഞപ്പോൾ ഇവര് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. ഇതൊന്നും ഇതായിട്ട് വെച്ചേക്കല്ലേ, എല്ലായിടത്തും പറഞ്ഞേക്കല്ലേ. 45 ദിവസം, 2-ാം മാസം 15-ാം ദിവസം ആയപ്പോഴത്തേക്ക് ഇവര് പിറുപിറുത്തു, ഓ ഞങ്ങൾക്ക് ഈ വായിക്കാത്ത ഒന്നും ഇല്ലെന്നേ, ഒന്നും ചവയ്ക്കാനൊന്നും ഇല്ല. ഈജിപ്തിലെ ഇറച്ചിച്ചട്ടികളെ കുറിച്ചിട്ടുള്ള അവരുടെ സങ്കല്പം അതതിന്റെ പരമാവധിയിലെത്തി. എന്നിട്ട് കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനം മുഴുവൻ പിറുപിറുത്തുകൊണ്ടിരുന്നപ്പോഴാണ്, പിറുപിറുപ്പുള്ള ജനത്തിന് വേണ്ടിയാണ് പാപം മോശയുടെ പ്രാർത്ഥന കേട്ടിട്ട് ചിലപ്പോ മോശ ഭയന്ന് വർഷം നിൽക്കുന്ന സമയത്ത് ദൈവം കരുണാപൂർവം മന്ന വർഷിക്കുന്നത്. ഈ മന്ന വർഷിച്ചത് ഒരിക്കലും ദൈവത്തിനോടുള്ള അവരുടെ സ്നേഹത്തിന്റെ പ്രതിഫലനം അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നേരെ തിരിച്ച് അവരും പിറുപിറുക്കുകയും മറുതലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത്, ഈ മന്ന ചുമ്മാ കിട്ടുന്ന സാധനമാണല്ലോ, ഒരു മുടക്കുമില്ല. എന്നിട്ട് ഇതിൽ തന്നെ മറുതലിപ്പിന്റെ 5-ാമത്തെ മറുതലിപ്പായത്. എത്ര മറുതലിപ്പുണ്ടെന്ന് എണ്ണിക്കോ, ഞാനിപ്പോ 4 പറഞ്ഞു കഴിഞ്ഞു. 5-ാമത്തെ മറുതലിപ്പ് 16-ാമത്തെ പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 16-ന്റെ 8, 18, 19 തിരുവചനങ്ങൾ. കോമർ കൊണ്ട് അളന്ന് നോക്കിയപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ അത്യാഗ്രഹം കൊണ്ട് ഇവര് കൂടുതൽ വാരി. കുറച്ച് വാരിയവന് സാധാരണ മാതിരി കിട്ടി, കൂടുതൽ വാരിയവന് കൃത്യം അത്രേ കിട്ടിയുള്ളൂ. ദൈവം എന്ത് പറഞ്ഞോ അതനുസരിക്കാതിരിക്കാൻ എന്ത് മാർഗമുണ്ടെന്ന് നോക്കിയ സാധനങ്ങളായിരുന്നു. 25 മുതൽ 30 വരെയുള്ളതിൽ സാബത്ത് ദിവസത്തിൻ്റെത് നിങ്ങൾ നേരത്തെ തന്നെ വാരി വെച്ചു. സാബത്ത് ദിവസം വാരണ്ട, അത് കേടാകുകയില്ല. അങ്ങനത്തേതിന് കുറച്ചുകൂടെ അത് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാവും, ഒന്നും പേടിക്കുന്നു. ഇതൊക്കെ ആയിട്ടും ചിലര് 27-ാമത്തെ വാക്യം പറയുന്നത്, ശാബത്തിന്റെ ദിവസം രാവിലെ ഇന്ന് വല്ലതും ഉണ്ടെങ്കിൽ ഫ്രഷ് തിന്നാവല്ലോ എന്നും പറഞ്ഞിട്ട് പുറത്തിറങ്ങി. വെടിവെച്ചിടേണ്ട സൈസ് സാധനങ്ങളാണ് ചുരുക്കം. അവര് അത്രമേൽ അനുസരണം കെട്ടിയ ഒരു ജനമാണ്. പിന്നെ 17-ന്റെ 1 മുതൽ 4 വരെ റഫീദീമിലെത്തി. അവിടെ വെള്ളമില്ലായിരുന്നു. അപ്പൊ തന്നെ അവര് മോശയോട് ചോദിക്കുക, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക. ദാഹിച്ചു കഴിഞ്ഞ ജനം മോശക്കെതിരെ ആവലാതിപ്പെട്ട് ചോദിച്ചു, ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് നീ ഇവിടെ കാളയെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കന്നുകാലികളെയും ഒക്കെ ദാഹിച്ചു കൊല്ലാനാണോ? അടുത്തതാണ് ഏറ്റവും സംഗതി. പുറപ്പാടിന്റെ പുസ്തകത്തിലെ 32-ന്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നെ 35 ഉണ്ട്, അല്ല അതാ മുഴുവനുണ്ട്. 35 മുതൽ അങ്ങോട്ട് 1 മുതൽ അങ്ങോട്ടുള്ള 35 ഒക്കെ എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. എന്താണ് കാളക്കുട്ടിയുടെ സംഭവം? യവൻ മുകളിൽ പോയിരിക്കുക, കൽപ്പന വാങ്ങാൻ വേണ്ടി. ജനം ഇരുന്ന് ബോറടിച്ചു. ആദ്യം കുറച്ച് ദിവസമൊക്കെ ഒരു മൗന പ്രാർത്ഥനയും കൂട്ടപ്രാർത്ഥനയും പ്രസംഗവും എല്ലാം ആയിട്ട് കഴിഞ്ഞു, ദോഷമില്ല. പക്ഷെ ഇവനിങ്ങ് വരുന്നില്ല, ആരാധിക്കാൻ ഇപ്പൊ ഒന്നുമില്ല, ഗ്യാപ്പാണ്. അപ്പൊ തന്നെ അവർക്കൊരു ധാരണ, നമുക്ക് കാളക്കുട്ടിയെ ഉണ്ടാക്കിയാൽ എന്താ? കാളക്കുട്ടി മറ്റേ ഇവിടുത്തെ കാര്യമേ ഈജിപ്തിലെ മാതിരി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയാൽ എന്താ? പാവം അഹ്റോൻ
പാവം അഹറോൻ അയാൾ പറഞ്ഞു ഇവിടെ അതിനുള്ള സാധനമൊന്നും ഇല്ലെന്ന്. ഉടനെ അവരെല്ലാരും കൂടി ഊരിക്കൊടുത്തു. ആത്മാർത്ഥത സമ്മതിക്കണം കേട്ടോ, വ്യതിചലിച്ചു പോകാൻ വേണ്ടിയുള്ള ആത്മാർത്ഥത സമ്മതിക്കണം, നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണ്. അങ്ങനെ അവര് കാളക്കുട്ടിയെ ഉണ്ടാക്കി. 5-ാമത്തെ വാക്യം വളരെ തമാശ ഉള്ള ഒരു സംഗതിയാണ്. 5-ാമത്തേത് ഇതാണ്: അത് കണ്ടപ്പോൾ അഹറോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, നാളെ കർത്താവിന്റെ ഉത്സവ ദിവസമായിരിക്കും. അഹറോൻ അടക്കം സകലരും വഴിതെറ്റിപ്പോകുന്ന, പുരോഹിതനടക്കം സകലരും വഴിതെറ്റിപ്പോകുന്ന ദയനീയമായ തിന്മയുടെ രാജവാഴ്ചയെ നമ്മളവിടെ കാണും. കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹറോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരിയെ അയച്ചു ശിക്ഷിച്ചു എന്ന് നമ്മൾ കാണും. അതുകൊണ്ട് അവസാനിച്ചില്ല. സംഖ്യയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ 9-ാമത്തെ പിറുപിറുപ്പ, 9-ാമത്തെ തെറ്റുള്ള ഈ പോകുന്നതിന് ഇടയ്ക്ക 11-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങള്. അവിടെ ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ആഹാരം തരിക? ജനം ചോദിക്കുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം ഇതാണ്. 6-ാമത്തെ ആ വാക്യം തന്നെയാണ്, 11-ന്റെ 6. ഈജിപ്തിൽ ഞങ്ങൾക്ക് വെറുതെ കിട്ടിയിരുന്ന റേഷനൊന്നേ, വെറുതെ അല്ല, ഈ ഇഷ്ടിക ഉണ്ടാക്കുന്നവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ളതായത് കൊണ്ട് ജീവൻ നിലനിർത്താനൊക്കെ അവർ മറന്നു കേട്ടോ. ഇപ്പം വെറുതെ കിട്ടുന്നത് ഞങ്ങളുടെ ഇവിടെ കിറ്റ് കിട്ടുന്ന മാതിരി വെറുതെ കിട്ടിയത് മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സബോള, ചെമന്നുള്ളി, വെള്ളുള്ളി. സാമാന്യ ദോഷമില്ലാത്ത ഒരു റേഷൻ സമ്പ്രദായം ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ എന്താ, ഇതൊക്കെ കാടപക്ഷിയെ തിന്ന് മൂക്ക് മുട്ടത്തിന്നു. വീണ്ടും ഇഷ്ടം പോലെ മധുരജലം അവിടുന്ന് കുടിച്ചു. വീണ്ടും മന്ന ആവോളം ഭക്ഷിച്ചു. അവൻ ഇപ്പൊ ഓർമ്മ വരുന്നത് തന്റെ അടിമത്ത കാലത്തെ വെളുത്തുള്ളിയും മത്തങ്ങയും സബോളയും ഒക്കെയാണ്. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു വ്യക്തിയുടെ ആണെങ്കിലും സമൂഹത്തിന്റെ ആണെങ്കിലും എത്രമേൽ പുണ്യപൂർണതയിലേക്ക് പോയാലും നമ്മളൊക്കെ ഒരു നിമിഷം കഴിയുമ്പോൾ ആലോചിക്കുക വീണുപോയ ദിവസങ്ങളിലെ മത്തങ്ങയും സബോളയും ഒക്കെയാണ്. ഈജിപ്തിലെ ഇറച്ചിച്ചട്ടികൾ എന്ന് പറയുന്നത് ഒരു ഒഴിയാബാധ മാതിരി ആന്തരിക ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മുടെ കൂടെ വരുന്ന സാധനങ്ങൾ. ഇതൊക്കെ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സനാതന ആത്മീയ യാത്രയുടെ നിത്യമായ തടസ്സങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഈ ചരിത്രം നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിയ ചരിത്രം മനുഷ്യന്റെ രക്ഷയുടെ ചരിത്രവും കൂടെയാണ്, രക്ഷാചരിത്രത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ വീഴുന്ന ഓരോ ചതിക്കുഴികളും ആത്മീയ ജീവിതത്തിൽ അവന് വരുന്ന എല്ലാ പാളിച്ചകളും എവിടെ നിന്ന് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ ഇവരുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ മതി. അതിന്റെ ആവർത്തനങ്ങളെ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് പിന്നെ ഇറച്ചി തിന്നാൻ കൊതിയായിട്ട് സംഖ്യയുടെ പുസ്തകം 11-ന്റെ 4 മുതൽ 34 വരെയുള്ള കാടപ്പക്ഷി സംഭവം ഞാൻ ഒട്ടും പറയേണ്ട കാര്യമില്ല. പിന്നെ 12-ന്റെ 1 മുതൽ 15 വരെയുള്ളത് മോശയുടെ ഭാര്യയായ പുഷ്യ സ്ത്രീയെ കുറിച്ച് മിരിയാം. ഒരാവശ്യമില്ല. മിറിയാം സംസാരിച്ചു. അത് അയാളുടെ വ്യക്തിപരമായ കാര്യമല്ലേ. തന്റെ നേതാവിന്റെ വ്യക്തിപരമായ കാര്യത്തെ പോലും ഒരു പിറുപിറുക്കിപ്പിന്റെ കാരണമായി കാണാൻ മാത്രം അധപ്പതിച്ച ഒരു സാമൂഹിക നിലവാരമുള്ള ജനതയായിരുന്നത്. മിറിയാമിന് എന്തുണ്ടായി എന്നുള്ളത് നമുക്കറിയാം. മിറിയാം കുഷ്ഠരോഗിയായി തീർന്നു. അവിടെ പ്രാർത്ഥിക്കാൻ മോശേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥിച്ചു, ദൈവത്തിന് കരുണ തോന്നി, ദൈവം രക്ഷ കൊടുത്തു. അപ്പോ അതിന്റെ ഇത്രയും കഴിഞ്ഞപ്പോ പിന്നെ സംഖ്യയുടെ പുസ്തകം 14-ന്റെ 1 മുതൽ 4 വരെയുള്ളത്. അപ്പൊ അവരിങ്ങനെ ആലോചിക്കുക, നമുക്ക് ഇവരെയൊക്കെ തട്ടിയിട്ട് തിരിച്ചു പോയേക്കാം. നമുക്ക് ഇവരെയൊക്കെ ഈ അഹറോനെയും മോശയും എല്ലാവരെയും തട്ടിയിട്ട് നമുക്ക് തിരിച്ചു പോയേക്കാം. എന്തിനാ ഈ ഏർപ്പാടിൽ നിൽക്കുന്നത്? ഈ നേതൃത്വത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഒരു വിചിത്രമായ വാക്യം, വിചിത്രം എന്ന് ഞാൻ പറയുന്നതാണ്, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിതാണ് 14-ന്റെ 27-ാമത്തെ വാക്യം, 22-ാമത്തെ വാക്യം. എന്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും
എന്നെ 10 പ്രാവശ്യം പരീക്ഷിച്ചിട്ടും ഈ ജനം എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും ചെയ്ത ജനമാണ് എന്ന്. നമ്മൾ ഇനി ഇത് 12 ഉണ്ട്. ദൈവം എണ്ണുമ്പോ 10 എഴുതും. ഈ ദൈവത്തിന് കണക്കത്ര വശമില്ല എന്നുള്ളത് എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ള ഒരു കാര്യം. അവിടുന്ന് കണക്ക് വെക്കുകയല്ല. മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു 100 തവണ പാപം ചെയ്താലും അവിടുന്ന് ഈ 100 തവണത്തെ കാര്യം ഓർക്കുന്നില്ല. ഹി വിൽ ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. കണക്കറിയാൻ മതി. ഇനി മാത്തമാറ്റിക്സിന് വീക്കായിരുന്ന ഒരാളാണ് ഈശോ. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ സ്വഭാവം എന്ന് ആ 2 കാശിന് 5 പിന്നെ കുരുവുകളുടെ ഇത് നോക്കിയാൽ മതി. 2 കാശിന് 5 കുരുവുകൾ വിൽക്കപ്പെടുന്നില്ലേ എന്ന് പറയുന്നതും പിന്നീട് ഈ കുരുവിയെ പറ്റി റെഫർ ചെയ്യുമ്പോഴും അത് തമ്മിൽ സംഖ്യാപരമായ പൊരുത്തമില്ല. കാർദിനാൾ വാൾത്തുവാങ് പറയുന്നത് ഹീസ് പുവർ ഇൻ മാത്തമാറ്റിക്സ്. ഓർമ്മയില്ലാത്ത ദൈവമാണ്. ഒരു കാര്യവും അറിയത്തില്ല, ഒക്കെ അങ്ങ് മറന്നുപോകും. ഇവിടെ 12 തവണ ഇതായിട്ടും കലി കൊണ്ടപ്പോ പറഞ്ഞത് 10 പറഞ്ഞുള്ളൂ. കാരണം അവിടെ നിന്ന് ഓർമ്മിക്കുന്നില്ല. വീണ്ടും സംഖ്യയുടെ പുസ്തകത്തില് ഏലിയാവിന്റെ മക്കളായ ദാത്താനെയും അബിറാമിനെയും വിളിക്കാൻ മോശ ആളയച്ചു. അവര് പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. 16-ന്റെ 1 മുതൽ 35 വരെ. കുറെ നാളായും വിളിക്കുന്നു, ഞങ്ങളൊന്നും വരുന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ 17-ന്റെ 1 മുതൽ 13 വരെയുള്ളതിൽ നേതൃത്വത്തിനുള്ള കലഹമാണ്. അഹറോന്റെ തളിർത്ത വടിയെ കുറിച്ചിട്ട് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും. ആരാണ് നയിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് പാളയത്തിൽ പട വന്ന് അല്ലാതെയായി. വീണ്ടും ഏറ്റവും അവസാനം 15-ാമത്തെ മറുതലിപ്പ്. സംഖ്യയുടെ പുസ്തകം 21-ന്റെ 4 മുതൽ 9 വരെയുള്ളത്. ആഗ്നേയ സർപ്പത്തെ അയച്ചു. അത്ര കലിപ്പിലായിരുന്നു അവര്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ആഗ്നേയ സർപ്പത്തെ അയച്ചു. എല്ലാത്തിനെയും കടിച്ച് ലെവലാക്കി. അത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം. ഇതിന്റെ ഒരു വലിയ തമാശ, ഈ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഒരു ടൈപ്പാണ്. നമുക്കറിയാം, ക്രിസ്തു തന്നെയും പറഞ്ഞിട്ടുണ്ട് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പിച്ചള സർപ്പത്തിന് എന്ത് പറ്റിയെന്നുള്ളത് അറിയാമോ? അത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ഈ പിച്ചള സർപ്പത്തിനെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ചരിത്രം നമ്മൾ നോക്കണമെങ്കിൽ 2 രാജാക്കന്മാരുടെ 18-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവര് ഈ പിച്ചള സർപ്പം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നതിനുള്ള ഒരു അടയാളമാണ്. മറുതലിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക്, ജനതയുടെ ജീവിതത്തിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ച ദൈവം അതിശയകരമായിട്ട് ഇതിലേക്ക് നോക്കുന്ന ഏവനും ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതമായിട്ട് അവർ കാണേണ്ടുന്നത്, അതിന്റെ തിരിശേഷിപ്പായിട്ട് അവർ മാറ്റിവെക്കേണ്ടുന്ന ഒന്നാണ്. അത് കാണുന്നവൻ ദൈവത്തെയാണ് കാണേണ്ടത്, ഒരു സംശയവും വേണ്ട. ഗീവർഗീസ് പുണ്യാളന്റെ പ്രതിമ കാണുന്നവൻ അതിലൂടെ ദൈവത്തെ കാണുന്നു എന്നുള്ളത് നമുക്കറിയാം. ദൈവം ഗീവർഗീസിനെ അനുഗ്രഹിച്ചു എന്നുള്ളത് നമുക്കറിയാം. മാതാവിന്റെ രൂപം കാണുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ആ രൂപത്തിനപ്പുറത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയെയും അതിനനുവദിച്ച സ്നേഹം മാത്രമായ ഈശോയെയും അതാണ്. അങ്ങനെ അതിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അവരാദരപൂർവം അതിനെ നോക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാല് 2 രാജാക്കന്മാരുടെ 18-ന്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയയുടെ 3-ാം ഭരണവർഷം യൂദ രാജാവായ ആസാഹിന്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു. അവൻ 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 വർഷം 54 വയസ്സ് വരെ അവൻ ഭരിച്ചു. സഖരിയായുടെ മകൾ അബി ആയിരുന്നു അവന്റെ മാതാവ്. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും, അന്യദേവാരാധനയാണ്, പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അശേര പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. അശേര പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞാൽ അറിയാം, പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശ ഉണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടു സർപ്പത്തിന്റെ മുമ്പിൽ, അപ്പോഴത്തേക്ക് അവർ അതിനൊരു പേരൊക്കെ ഇട്ടു, അതിന്റെ നാമത്തിനൊരു പള്ളിയൊക്കെ പണിതു.
നെഹുഷ്താൻ. അവന്റെ മുമ്പിൽ ഇസ്രായേൽക്കാർ ധൂപാർച്ചന നടത്തി. ഇവർക്ക് എന്ത് കണ്ടാലും മറുതലിക്കണം, നിർബന്ധമാണ്. അതുകൊണ്ട് അവര് ദൈവം നമുക്ക് ചരിത്രത്തിൽ ഇടപെട്ടതിന്റെ സുനിശ്ചിതമായ അടയാളമായിരിക്കുന്ന ഇതിനെ, ഈ ബ്രോൺസ് സർപ്പന്റിനെ അവർ നെഹുഷ്താൻ എന്നൊരു പേരുവിട്ട് അതിനൊരു പ്രത്യേക പ്രതിഷ്ഠയാക്കി മാറ്റി അതിന്റെ മുമ്പില് ധൂപമാട്ടി അങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് ആ രാജാവ് അതിനെ ഇടിച്ചു പൊടിച്ച് ധൂളിയാക്കി കളഞ്ഞു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഈ 15 മറുതലിപ്പുകൾ നിങ്ങൾ നോക്കിയാൽ ഇനി ചെറുതും വലുതുമായ അനേകം മറുതലിപ്പുകൾ ഉണ്ടാവും. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുന്നതാണ്. ഇത് കുറെ എണ്ണം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി പറയാത്തത് ഞാൻ ചേർത്തിട്ടുമുണ്ട്. ഒരുപാട് അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തില് ഇതൊരു ചാക്രിക പ്രക്രിയയാണ്. ഇതിൽ ഓരോ മറുതലിപ്പിനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ ഇവർ വഴിതെറ്റുന്നു. ഒന്നുകിൽ അനുസരണക്കേടായിരിക്കാം, അല്ലെങ്കിൽ വയറിന്റെ രുചികുറവായിരിക്കാം, അല്ലെങ്കിൽ കൊതിയായിരിക്കാം, അല്ലെങ്കിൽ ക്ഷീണമായിരിക്കാം, നേതൃത്വത്തിന്റെ തർക്കമായിരിക്കാം. വിവിധങ്ങളായ കാരണങ്ങൾ നമ്മൾ കണ്ടു. ഈ വിവിധങ്ങളായ കാരണങ്ങളിൽ എന്തുകൊണ്ടാണെങ്കിലും ശരി, അവര് ദൈവത്തിന്റെ പക്കൽ നിന്ന് മറുതലിച്ചു കഴിയുമ്പോൾ അവർക്ക് വരുന്ന ദുര്യോഗത്തെ അവര് തിരിച്ചറിയുകയും ആ തിരിച്ചറിയാൻ വേണ്ടി ദൈവം പ്രവാചകന്മാരെ അല്ലെങ്കിൽ കാലാകാലങ്ങളിലുള്ള സംഭവങ്ങളെ വിനിയോഗിക്കുന്നു. അതുവഴിയായിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവിടുന്ന് എല്ലാം മറന്ന് അവരെ സ്വീകരിക്കുക. ഇതുവഴിയായിട്ട് ഇതൊരു ഒരു മനുഷ്യന്, ഒരു ജനതയ്ക്ക് സംഭവിച്ചതായിട്ട് നമ്മൾ അതിനെ പരത്തി പറയരുത്. ഒതുക്കി ഓരോ വ്യക്തിയും അത് അനുഭവിച്ചു എന്നുള്ളതാ സത്യം. ഒരു വ്യക്തികളുടെ സംഘാതാവസ്ഥയാണല്ലോ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സമൂഹം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും വിശന്നു, ഓരോ വ്യക്തിയും മറുതലിച്ചു, ഓരോരുത്തരും തിരിച്ചു വന്നു. ഇനി ദാവീദിന്റെ കാര്യത്തിലാണെങ്കിലും ഈ കരുണ വളരെ വ്യക്തിപരമായിട്ട് അദ്ദേഹം അനുഭവിച്ചതാണ്. പാപം അദ്ദേഹം ചെയ്തു, ആ പാപത്തിന് സഹനമുണ്ടായി, ആ സഹനത്തിന് ഒരു തിരിച്ചുവരവിൻ്റെതായ ഒരു ഇടപെടൽ ഉണ്ടായി, അതിന് കാരണമായി. അങ്ങനെ വീണ്ടും അദ്ദേഹം പൂർവ്വസ്ഥിതിയിലേക്ക്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അയാളുടെ പാപം എവിടെയാണ് എന്നുള്ളത് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. എവിടെയാണ് ദാവീദ് പാപം ചെയ്തത്? എല്ലാവരും ഉടനെ ചാടി പറയും, അത് ഹത്യനായ ഊരിന്റെ ഭാര്യ ബത്ശേബയെ പ്രാപിച്ചതാ പാപം. അത് ശരിയാ. അതിന് അങ്ങനെ ബത്ശേബയെ പ്രാപിക്കാൻ വേണ്ടി ഇയാള് എവിടെയാ ബത്ശേബ എന്ന് നോക്കി നടക്കുമായിരുന്നു? ഒന്നുമല്ല. അയാള് ആ സ്ത്രീയെ കാണരുതാത്ത ഒരു സന്ദർഭത്തിൽ കണ്ടു. അവര് കുളിക്കുമ്പോ കണ്ടു. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അയാൾക്ക് ക്ഷണനേരത്തേക്ക് ഒരു ചഞ്ചലിപ്പുണ്ടായി. ആ ചഞ്ചലിപ്പിൽ അയാൾ സ്ഥിരമായിട്ട് നിന്നു. അങ്ങനെ തികച്ചും സ്വാഭാവികമായി ഒരു വേള എല്ലാ മനുഷ്യർക്കും സംഭവിക്കാവുന്നു ഒരു ചഞ്ചലിപ്പിനെ അയാൾ ശാശ്വതീകരിച്ചു എന്നതാണ് അയാൾക്ക് വന്ന അബദ്ധം. കൃത്യമായി പറഞ്ഞാല് തലയ്ക്ക് മുകളിലൂടെ പക്ഷികൾ പറക്കരുത് എന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. തലയ്ക്കുള്ളിലൂടെ ചിന്തകൾ പോകരുത് എന്ന് പറയാൻ നിനക്ക് ഒട്ടും അവകാശമില്ല. പക്ഷെ അതവിടെ പക്ഷികള് തലയ്ക്ക് മുകളിൽ കൂടുകൂട്ടരുത് എന്ന് പറയാനും കൂടുകൂട്ടാതിരിപ്പിക്കാനും നിനക്ക് അവകാശമുണ്ട്. തലയ്ക്കുള്ളിലൂടെ ഒരു ക്ഷണനേരം കൊണ്ട് പാഞ്ഞു പോകുന്ന ചിന്തകൾക്ക് അവിടെ ചേക്കേറാൻ അവസരം കൊടുക്കരുത്. അയാൾക്ക് പറ്റിയത് അവിടെയാണ്. ഇനി അയാൾക്ക് ഈ ചഞ്ചലിപ്പ് ഉണ്ടായത് എങ്ങനെയാ? അതയാൾ അങ്ങോട്ട് നോക്കിയിട്ട്, കറക്റ്റ്, അങ്ങോട്ട് നോക്കിയിട്ട്. ആരാണേലും നോക്കും എന്നാണോ? അതെ, നോക്കും. അപ്പൊ ചഞ്ചലിപ്പ് ഉണ്ടാവുകയും ചെയ്യും. അയാൾ കുളിക്കടവിൽ പോയോ? ഇല്ല. മോളിൽ നോക്കിയത്. മോളിൽ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മണ്ടക്കലായിരുന്നു നിന്നത്. പെരയുടെ മണ്ടക്കലായിരുന്നു കൊണ്ട് താഴെ ഇച്ചിരി ദൂരെയാണെങ്കിലും ആ പെണ്ണുമ്പിട കുളിക്കുന്നത് കാണാൻ പറ്റി. അടുത്താണെങ്കിൽ ഈ മറയൊക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇത് ഈ മറയുടെ മുകളിൽ കൂടെ
ഡ്രോണൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന പോലെ അങ്ങനെ ഒരു ദൂരദർശൻ ഏർപ്പാടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യം മണ്ടയ്ക്ക് അയക്കുന്ന ഉദ്യോഗം മണ്ടേല അയാൾ ഇങ്ങനെ ഉലാത്താൻ വേണ്ടി അതിനെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഉലാത്തലാണോ? ഉച്ച കഴിഞ്ഞപ്പോ ഒന്ന് ഉലാത്താൻ തോന്നി, അതുകൊണ്ടാക്കിയത്. എന്നിട്ടോ അതെന്തിനാ ഈ ഉച്ച കഴിഞ്ഞിട്ട് ഉലാത്തുന്നത്? അത് ഈ ഉറക്കം കഴിഞ്ഞാൽ ഒന്ന് ഉലാത്തണം, അതിന്റെ ആ ക്ഷീണം ഒന്ന് മാറാൻ വേണ്ടി. അതിനാ ഉറങ്ങിയത് ഉച്ച കഴിഞ്ഞിട്ട് തന്നെ ഇന്നലെ സെക്കൻഡ് നോക്കി പറ്റും. അത് ഈ ഉച്ച കഴിഞ്ഞിട്ടോ ഇയൊക്കെ വേറെ പണിയൊന്നുമില്ല ഈ ഉറങ്ങല്ലാതെ. വേറെ പണിയുണ്ട്, അതെന്നതാ? അത് ഈ വസന്തകാലത്ത് പതിവ് പോലെ രാജാക്കന്മാർ അതിര് ബലപ്പെടുത്താൻ പോകേണ്ടുന്ന അവസരത്തെങ്കിൽ അയാൾ പോകാതെ യുദ്ധം ചെയ്യാനാണ് നമ്മുടെ ഇതിനകത്ത് പുസ്തകത്തിൽ കാണുന്നത്. എന്നാലും അതിന്റെ എല്ലായ്പ്പോഴും തമ്മിൽ തല്ല നേർച്ചയായിട്ടുണ്ട്. അതിര് ബലപ്പെടുത്തില്ല, അത് വേലിയൊക്കെ ഉള്ളതൊക്കെ കെട്ടി, പിന്നെ ഏതെങ്കിലും പോസ്റ്റൊക്കെ പോയെങ്കിൽ അവിടെ പോസ്റ്റൊക്കെ സ്ഥാപിച്ച് ഗേറ്റിൽ ടോളൊക്കെ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ അതിനാ ഏർപ്പാട്. അതാണ് വസന്തകാലത്തുള്ള അതിര് ബലപ്പെടുത്തല. കാലാവസ്ഥ അനുകൂലമാണല്ലോ. എല്ലാരെയും വിട്ടപ്പോ അയാൾക്ക് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. മടി എന്നത് മൂലപാപങ്ങളിലേതാണ്, ഒന്നാണ്. മൂലപാപങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നെടുത്താൽ ബാക്കി 6 സൗജന്യമായിട്ട് കൂടെ പോയി. മടി അലസത അയാളെ നിദ്രയിലേക്ക് നയിച്ചു, നിദ്ര അയാളെ ആലസ്യത്തിലേക്ക് നയിച്ചു, ആലസ്യം അയാളെ വീണ്ടും വ്യർത്ഥമായ നടത്തത്തിലേക്ക് നയിച്ചു, വ്യർത്ഥമായ നടത്തം അയാളെ മോഹത്തിലേക്ക് നയിച്ചു, മോഹം അയാളെ വ്യഭിചാരത്തിലേക്ക് നയിച്ചു, വ്യഭിചാരം അയാളെ കൊലപാതകത്തിലേക്ക് നയിച്ചു. എത്രമാത്രം ബലവത്താണ് ഇവ തമ്മിലുള്ള പാപത്തിന്റെ പല പടികൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ഈ മനുഷ്യനെ അതാണ് ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്. അയാളുടെ തലയിൽ ബത്സബ കയറി ഇരിക്കുക. ബത്സബ എന്ന് പറയുന്ന മത്ത് പിടിച്ചിരിക്കുക അയാൾക്ക്. അതുകൊണ്ട് തന്നെ ബത്സബയെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് പിറ്റേ ദിവസം രാവിലെ അന്ന് അത് വൈകുന്നേരം തല ഉണ്ടാകില്ല. അതുപോലെ ബത്സബയോട് കടുത്ത പ്രേമത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവത്തിന് ഈ വിവരം എന്ന് പറഞ്ഞു കിട്ടണ്ടേ? നാഥാനോട് പറഞ്ഞു, പോയി പറയാൻ പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് നാഥാൻ പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ? പറഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ള അയാൾക്കറിയാം. അപ്പൊ ദൈവം അയാളുടെ ചെവിയിൽ ഒരു മന്ത്രം ഊതി കൊടുത്തു. എല്ലാ കാലത്തെയും സുവിശേഷ പ്രഘോഷകന്മാര് മനസ്സിലാക്കേണ്ടുന്ന, അനുവർത്തിക്കേണ്ടുന്ന അനശ്വരമായൊരു മന്ത്രമാണ് കൊടുത്തത്. നീ ചെന്നിട്ട് ബത്സബയെ, ഹത്യനായ ഊരിനെ നീ കൊന്നു, അവന്റെ ഭാര്യ ബത്സബയെ നീ പിന്നെ ഇതാക്കി പിടിച്ചോണ്ട് പോന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, പൊന്ന് നാഥാനെ, നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടാകില്ല. പക്ഷെ നീ പറയണം. എന്റെ കർത്താവെ, ഞാൻ എങ്ങനെ പറയും? പറയുന്നതിനൊരു കാര്യം ചെയ്തു. നീ ഒരാടിന്റെ കഥ. ഈ ആടെന്ന് പറയുന്ന അയാളുടെ ഒരു ദുർബലത നമ്മുടെ ദാവീദിന്റെ. കാരണം അവൻ ബേസിക്കലി ഒരു ആട്ടിടയനാണ്, ആട്ടിടയൻ മാത്രം. അങ്ങനെ ഒരിടത്തൊരാട്ടിൻ പെണ്ണാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ, ഏത് പെണ്ണാട് എന്നാ പറയട്ടെ, അയാളുടെ ബാക്കി എല്ലാ സംഗതികളും മാറ്റി വെച്ച് അയാൾ ഈ കഥ കേട്ടു. കാരണം അത് അയാളുടെ ഭാഷയിലുള്ള സംഗതിയാണ്. വിവിധ ഭാഷകളിൽ നമ്മുടെ ഇതില് പെന്തക്കോസ്താ ദിവസം അവർ പ്രസംഗിച്ചപ്പോ ഓരോരുത്തരും 16 ജാതിയിൽപ്പെട്ട 3000-ലധികം പേര് താങ്കളുടെ ഭാഷയിൽ ശ്രമിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നില്ലേ? അത് തന്നെ. അവന് മനസ്സിലാകുന്ന ടെർമിനോളജി, അവന് മനസ്സിലാകുന്ന പദസമ്പത്ത്, അവന് മനസ്സിലാകുന്ന സാംസ്കാരിക പശ്ചാത്തലം ഉപയോഗിച്ച് അവനോട് ഒരു പെണ്ണാട്ടിൻകുട്ടിയെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ വളർത്തിയ ഒരു സാധുവിനെ കുറിച്ചും, തന്റെ അയൽവക്കത്ത് തനിക്കൊരു വിരുന്നുകാരൻ വന്നപ്പോൾ അയൽവക്കത്തെ ധനാഢ്യൻ അതിനെ റാഞ്ചിക്കൊണ്ടുപോയി കറിവെച്ചതിനെ കുറിച്ചിട്ടോ ഒക്കെ പറഞ്ഞപ്പോ അയാൾ ചോദിച്ച ചോദ്യമുണ്ട്. അത് ഹൃദയത്തിൽ കൊണ്ട് ദാവീദ് ചോദിച്ചു, എന്നാണ് എന്റെ യഹോവയാണ്, ആരാണവൻ? ആർക്കോ വേണ്ടി അവന്റെ ധാർമ്മികത ഉയർന്നു. അവന്റെ ധാർമ്മികത, ഉറങ്ങിക്കിടന്ന ധാർമ്മികതയെ ഉണർത്താൻ വേണ്ടി അവന്റെ ഈണത്തിലും അവന്റെ ഭാഷയിലുമുള്ള ഒരു ഉണർത്തുപാട്ട് പാടാൻ ദൈവം നാഥാനെ നിയോഗിച്ചു. ആ മനുഷ്യൻ നീ തന്നെ എന്ന വാക്കിൽ, ആ വാക്ക്
അവന്റെ ആത്മാവിന്റെ അടിവേരിൽ ചെന്ന് കൊണ്ടു അത് മറിഞ്ഞു വീണു. ചട്ടുളി പോലെ ആ വാക്ക്, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ വാക്ക് അവന്റെ ഹൃദയത്തിൽ കൊണ്ടു. കൃത്യമായി പറഞ്ഞാൽ ഇതൊരു വ്യക്തിയുടെ മറുതലിപ്പിന്റെയും ഇഹലോകത്തിലെ ജഡികാസക്തികളുടെയും ആ ജഡികാസക്തിയിലും മറുതലിപ്പിലും നിൽക്കെ തന്നെ ദൈവം അവന്റെ ഭാഷയിൽ സംസാരിച്ചതിന്റെയും അവൻ തിരിച്ചു വന്നതിന്റെയും ചരിത്രമാണെങ്കിൽ ഇത് ദാവീദിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പ്രത്യുത ഇസ്രായേലിയ ജനതയുടെ പൊതു സ്വഭാവത്തിലേക്ക് ഇത് ലയിച്ചു ചെയ്തു. അതുകൊണ്ട് തന്നെ 5-ാം ഖണ്ഡിക പറയുന്നു, ഇത് ഒരേ സമയം സാമൂഹികമാണ്, അതേസമയം ഇത് സാമുദായികവും. പുറപ്പാട് സംഭവത്തിൽ ഉടനീളം ഇത് കാണാം. ഇനി അത് ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ വളരെയേറെ വിശദീകരിച്ചു. പുറപ്പാടും സംഖ്യയുമായിട്ട് നമ്മൾ വിശദീകരിച്ചു. അടിമകള് വിലാപത്തിന്റെ കേൾവി ദൈവത്തിന്റെ കർണപുടങ്ങളിൽ എത്തുന്നു, സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അനേക തവണ ആവർത്തിക്കുന്ന ഒരു ചാക്രിക പ്രക്രിയയാണ്. ഇവിടെ നിന്ന് നാം ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവം നമുക്കായി തന്നിരിക്കുന്ന ശാശ്വത നിയമങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരവബോധം ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും തന്നു എന്നതാണ് അതിന്റെ സത്യം. ഇസ്രായേലിലെ ജനതയെ എന്തിനാ ദൈവം തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ പണ്ടേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് ഒരു വേദപാഠം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ ഒരു 3-ാം ക്ലാസ് തൊട്ടിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, എന്ത് ഇസ്രായേൽക്കാരെ തെരഞ്ഞെടുത്തത്? കുറെ കൂടെ ബൗദ്ധിക നിലവാരവും സാംസ്കാരിക പശ്ചാത്തലവും തത്വചിന്താപരമായ അടിത്തറയുമുള്ള ഇന്ത്യ വരാൻ പറ്റും. ഇന്ത്യ എങ്ങനെയാണെന്നാണല്ലോ നമ്മുടെ ധാരണ, അന്നത്തെ ധാരണയെങ്കിലും. നമുക്കറിയാം അതൊക്കെ പിന്നീടുള്ള വെച്ചുകെട്ടുകളാണ്. അല്ലെങ്കിൽ ഗ്രീസിൽ വരാൻ മേലായിരുന്നു, അവിടെ തത്വചിന്ത കടുകെട്ടിയല്ലായിരുന്നു, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മറുതലിക്കുന്ന ഒരു ജനതയെ, ഇങ്ങനെയൊരു ആടിയുലയുന്ന ഒരു ജനതയെ ദൈവം തെരഞ്ഞെടുത്തത്? അവരനുസരിച്ചതിനേക്കാൾ കൂടുതൽ പിറുപിറുത്തില്ലേ? വഴി നടന്നതിനേക്കാൾ കൂടുതൽ വഴി തെറ്റിയില്ലേ? അവരുടെ ചരിത്രം വീഴ്ചയുടെ ചരിത്രമല്ലേ? വീഴ്ചയുടെയും വിലാപത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും 3 വാകള: വീഴ്ച, വിലാപം, വീണ്ടെടുപ്പ്. ഈ 3ന്റെ ചരിത്രമല്ലേ അവരുടെ? ഇവിടെ ഇസ്രായേൽക്കാരുടെ ചരിത്രം ഒരു ജനതയുടെ ചരിത്രം എന്ന മുട്ടത്തോട് പൊട്ടിച്ച് ലോകത്തിന്റെ ചരിത്രമാകുന്നു, മനുഷ്യന്റെ വിധിയാകുന്നു, മനുഷ്യന്റെ ചരിത്രമായി അത് മാറുന്നു. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ഇനി അങ്ങോട്ടുള്ള സകലരും, പിറന്ന സകലരും, പിറക്കാനിരിക്കുന്ന സകലരും ഈ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. സാമൂഹികമായും സാമുദായികമായും മതപരമായും വ്യക്തിപരമായും മറുതലിപ്പിന്റെ, വീഴ്ചയുടെയും വിലാപത്തിന്റെയും പിന്നെ വീണ്ടെടുപ്പിന്റെയുമായ ഈ ഘടകങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പാപം ദുരിതത്തിന് കാരണമാകുന്നു എന്നും ഇവരുടെ ചരിത്രത്തിന്റെ വിശകലനത്തിൽ നിന്ന് നമ്മൾ അറിയുന്നു. ദുരിതങ്ങൾ ദൈവത്തെ തേടാൻ കാരണമാകുന്നു എന്ന് ഇവരുടെ ചരിത്രത്തെ ആറ്റിക്കുറുക്കുമ്പോൾ നമ്മൾ അറിയുന്നു. ദൈവത്തെ തേടുമ്പോൾ അവിടുന്ന് സമീപസ്ഥനാണ് എന്ന് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ അറിയുന്നു. അങ്ങനെ ഇസ്രയേലിന്റെ ചരിത്രത്തെ ഒരു യൂണിവേഴ്സൽ, ഒരു ആത്യന്തികമായ ഒരു സംഗതിയെ, സാർവലൗകികവും സർവാതിശായിയുമായ ഒരു ചരിത്രമായി, ഒരു പ്രവണതയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇതെല്ലാം മാറുന്നു എന്നുള്ളത് നമ്മളോട് പറയാൻ വേണ്ടിയാണ് ഇതെല്ലാം നമ്മളോട് നമ്മളോട് ഈ എഴുതിയിരിക്കുന്നത്, നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരൊറ്റ കാര്യമുണ്ട്. ദൈവം തന്നെ കുറിച്ച് തന്നെ എന്താണ് പറഞ്ഞത്? പുറപ്പാടിന്റെ പുസ്തകം 34:6 ഈ ക്ഷമിക്കുന്ന ദൈവത്തിന്റെ കൃത്യമായ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ.
അത്യുദാരൻ. ഇതിനപ്പുറത്തേക്ക് ഒരു ദൈവാവിഷ്കാരം അവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാനില്ല. അതിന്റെ പൂർണ്ണതയാ ക്രിസ്തുവിൽ ലഭിച്ചത്. കോപിക്കുന്നതിൽ അവിടുന്ന് വിമുഖനാണ് ദൈവം. എന്താ വൈമുഖ്യം എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? വേണ്ടാഞ്ഞിട്ട്. അങ്ങനെയാണല്ലോ വിമുഖത എന്ന് പറയുന്നത്. അവിടുന്ന് വിമുഖനാണ്, അവിടുന്ന് വയ്യ, വേണ്ടാന്ന് വെക്കുക. പക്ഷെ കോപിക്കാതെ തരയില്ല. പക്ഷെ സ്നേഹത്തിലും വിശ്വസ്തതയിലും അവിടുന്ന് വൈമനസ്യം പ്രകടിപ്പിക്കുന്നില്ല, പിശുക്കനല്ല, അത്യുദാരനാണ് അവിടം. ഇതാണ് പഴയ നിയമത്തിലെ ദൈവം അവിടുന്ന് പറഞ്ഞ താൻ ആരാണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന തന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ദൗർഭാഗ്യത്തിലും പാപത്തിലും അവരുടെ ജീവിതത്തെ, അവരുടെ സമൂഹത്തെ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചപ്പോ അവരുടെ പിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് യെശയ്യാവിന്റെ 63:16 ദൈവം അവരുടെ പിതാവാണ് എന്ന ബോധ്യത്തിലേക്ക് അതിന്റെ ഒരു പ്രാഗ്രൂപം എന്ന നിലയിൽ അവരത് മനസ്സിലാക്കുകയാണ്. ഇസ്രായേൽ അവരുടെ ആദ്യജാതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പാടിന്റെ 4:22 ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് നയിക്കുകയാണ്. സഹോദരിമാരെ അവർക്ക് കരുണ ലഭിച്ചു എന്ന് പറയുക. ഹോസിയയുടെ 2:1 കരുണ ലഭിക്കുന്നു. റഹാമ എന്ന പദം ഉപയോഗിച്ച് കരുണ ലഭിച്ചവരായിട്ട് അവരെ വിശേഷിപ്പിക്കുക. കർത്താവിന്റെ ചിന്തയെ, ഇനി അങ്ങോട്ട് കർത്താവിന്റെ ചിന്തയും കർത്താവിന്റെ കരുണയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, ആന്തരികമായ ബന്ധത്തെക്കുറിച്ചിട്ടാണ് മാർപ്പാപ്പ മാറ്റാലനാണ്. കർത്താവിന്റെ ചിന്തയെ കർത്താവിന്റെ സ്നേഹം മറികടക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ സാധാരണവൽക്കരിച്ചാൽ വളരെ വേഗം നമുക്ക് മനസ്സിലാവും. കർത്താവിന്റെ ചിന്തയെ കർത്താവിന്റെ സ്നേഹം മറികടക്കുന്നു. ഈ സ്നേഹം ഒരു ചിന്തയല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഇതിന് വളരെ എളുപ്പമുള്ള ഒരു പദമുണ്ട്. നമ്മളുടെ ആരുടെയെങ്കിലും ഒരു ചെറിയ കൊച്ച് വേണം. വലിയ കൊച്ചായി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഉദാഹരണത്തിന് നിൽക്കില്ല, കാരണം ഈ ബോധം ഉണ്ടായിരുന്നു കൊച്ചിന്. ഇത് നടന്ന് പോയി, അല്ലെങ്കിൽ പിച്ച വെച്ച് നടന്ന് മറിഞ്ഞു വീഴാൻ പാകത്തിനുള്ള ഒരു സ്ഥലത്ത് എത്തുന്നു. അത് അറിവിന്റെ മേഖലയിൽ, നമ്മുടെ ചിന്തയുടെ മേഖലയിൽ. അവിടുന്ന് അങ്ങോട്ട് മറിഞ്ഞു വീണാൽ ഒരടി താഴേക്കാ പോകുക, അല്ലെങ്കിൽ 2 അടി താഴേക്ക്, അല്ലെങ്കിൽ കിണറിന്റെ പടിയിലേക്ക്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇത്രയും ചിന്തയുടെ മേഖല. എന്നാൽ ആ നിമിഷത്തിൽ സ്നേഹം മറികടക്കും. ഒരൊറ്റ കുതിപ്പിന് നമ്മൾ എഴുന്നേറ്റ് ചെന്നിട്ട് ആ കൊച്ചിനെ ചാടി പിടിക്കും. അതിനിടയ്ക്ക് നമ്മുടെ മുട്ടി ചിലപ്പോൾ അവിടെ ചെന്ന് ഇടിക്കുകയും ചെയ്യും. നമ്മൾ നിത്യസഹായ മാതാവിന്റെ സക്കർ എന്ന പദത്തിന്റെ ആ വാചികാർത്ഥം നമ്മൾ കണ്ടു. ധൃതിയിൽ എഴുന്നേറ്റ് പാഞ്ഞു ചെല്ലുക എന്ന് പറഞ്ഞത്. ആ ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കർത്താവിന്റെ ചിന്തയെ കർത്താവിന്റെ സ്നേഹം മറികടക്കുന്നു. ഒരു ഫാക്ട് അനലൈസ് ചെയ്യല്ല തമ്പുരാൻ ചെയ്യുന്നത്. അതിനും അപ്പുറത്തേക്ക്, ആ വസ്തുതയ്ക്കും അപ്പുറത്തേക്ക് സ്നേഹം കൊണ്ട് നമ്മളെ മൂടിക്കളയുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, സങ്കീർത്തനങ്ങളിൽ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കരുണയും അങ്ങനെ തളിരിട്ട് നിൽക്കുന്നതിന്റെ കാരണം അവരനുഭവിച്ച കർത്താവിനെ, അവർ കണ്ട കർത്താവിനെ സങ്കീർത്തനങ്ങളിൽ അവർ പാടി. നമുക്കറിയാം എല്ലാ സങ്കീർത്തനം ഒന്നും ദാവൂദ് അല്ല എഴുതിയത്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറയേണ്ട കാര്യമില്ല. കോരഹിന്റെ സങ്കീർത്തനം, അതുപോലെ തന്നെ സംഗീത പ്രമാണിക്ക്, ഉഷസിലെ മാൻപേട എന്ന രാഗത്തിൽ, താന്ത്രി നാദത്തോടെ സംഗീത പ്രമാണിക്ക്, ഇങ്ങനെ ഒരുപാട്. പിന്നെ കോരഹിന്റെ മോശയുടെ 985 വർഷത്തെ പഴക്കം ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. എത്രയായിക്കോട്ടെ, ഏകദേശം ഒരു ദശകാലത്ത്, ഒരു സഹസ്രാബ്ദ കാലത്തെ ഏറ്റവും ആദ്യത്തെ 1-ാം സങ്കീർത്തനമല്ല ഞാൻ പറയുന്നത്, ഏറ്റവും പഴക്കം ചെന്ന സങ്കീർത്തനവും ഏറ്റവും പുതിയ സങ്കീർത്തനവും തമ്മിൽ ഏകദേശം ഒരു സഹസ്രാബ്ദ കാലത്തെ പഴക്കമുണ്ടെന്നും അകലമുണ്ടെന്നും, ഏകദേശം ഒരു 1000-ഓളം വർഷത്തിനുള്ളിൽ രൂപീകരിക്കപ്പെട്ട ദൈവാവബോധത്തിന്റെ നഖചിത്രങ്ങളാണ് ഈ സങ്കീർത്തനങ്ങളെന്നും പറയുമ്പോൾ അതിനകത്തുടനീളം കാണുന്നത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും അവിടുത്തെ പാപത്തെ ക്ഷമിക്കുന്ന അവിടുത്തെ മനോഭാവവുമാണ് എന്നറിയുമ്പോൾ നാം മനസ്സിലാക്കുന്നു, ഒരു ജനതയോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്, ദൈവം എങ്ങനെയാണ് സ്വയം വെളിപ്പെടുത്തിയത്. ഇവിടെയാണ് നമ്മൾ ചില യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നത്.
ഇത്രയും കഴിഞ്ഞു. ഇനി ഇവിടെയാണ് ചില യഥാർത്ഥ പ്രശ്നങ്ങൾ, നമ്മൾ നേരിടുന്ന ചില യഥാർത്ഥ പ്രശ്നങ്ങൾ. ഇതൊരു ആത്മീയ പ്രശ്നമൊന്നുമല്ല കേട്ടോ, പഠിക്കണ്ട. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ പ്രൊവിഡന്റിസിസ്മസ് ദേവൂസ് പഠിച്ചപ്പോ ലയോ 13 അതിനകത്ത് പറഞ്ഞു, ഒറിജിനൽ ടെക്സ്റ്റിൽ ഇതൊക്കെ വായിച്ചാലേ കാര്യമുള്ളൂ, അതുകൊണ്ട് ഒറിജിനൽ ടെക്സ്റ്റ് നമ്മൾ പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ഒരു ചെറിയ വാക്യം അദ്ദേഹം പറഞ്ഞു വെച്ചുള്ളൂ. അതിന്റെ 50-ാം വർഷത്തിൽ 1941 ദെവിനെ ഓഫ് ലാം ദ സ്പിരിറ്റിൽ പിയൂസ് 12 തിരുമേനി വളരെ കൃത്യമായിട്ട് ഒറിജിനൽ ടെക്സ്റ്റില് യഥാർത്ഥ അതിന്റെ ആ കൃത്യമായ ഭാഷയിൽ, സുവിശേഷം എഴുതപ്പെട്ട ഭാഷയിൽ അത് പഠിക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ദിവിനോ ഓഫ് ലാം ദ സ്പിരിറ്റുവിനെ നമ്മള് സുവിശേഷ പഠനത്തിന്റെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് ഓർക്കുന്നുണ്ടാവും. ഓർക്കണേ പ്ലീസ്. വീണ്ടും നമ്മൾ ദൈവവും അതും പ്രോത്സാഹിപ്പിച്ചു. ദൈവവും പറഞ്ഞു. ദൈവഭൂമിയിലൂടെ അത് പറഞ്ഞുകൊണ്ട് ഒരുപാട്, മാത്രമല്ല ഈ ദിവിനോ ഓഫ് ലാം ദ സ്പിരിറ്റിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, തനത് ഭാഷാ പണ്ഡിതന്മാരെ, പൗരസ്ത്യ ഭാഷാ പണ്ഡിതന്മാരെ സെമിനാറുകളെ നിയമിക്കണമെന്നും പൗരസ്ത്യ ഭാഷകളെ സെമിനാറുകളെ പഠിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ പുതിയ പൗരസ്ത്യ ഭാഷാ ഗവേഷണ സമ്പ്രദായങ്ങളുണ്ടായി, ഫലം കണ്ടു, ഒരുപാട് കാര്യങ്ങളിൽ വികസിച്ചു. ദൈവം എന്ന പ്രമാണരേഖ അതിനെ മുക്തകണ്ഠം പ്രോത്സാഹിപ്പിക്കുകയും വീണ്ടും അതിനെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 22 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വെർബൻ ഡൊമിനിയിലും അതേ കാര്യം തന്നെ പറഞ്ഞു. ഒറിജിനൽ യഥാർത്ഥ ഭാഷയിൽ വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെ കാരുണ്യം, കരുണ എന്നൊക്കെയുള്ള 2-3 വാക്കുകൾ. ഇത് 9-ാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇസ്രയേലിയ ദൈവം എന്ന ആശയത്തിന്റെ വിശേഷണമല്ല കാരുണ്യം. ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ട് അതല്ല കാരുണ്യം. അത് ദൈവത്തെ അവർ അനുഭവിച്ചപ്പോഴൊക്കെ അവർക്കുണ്ടായ ആന്തരികമായ അനുഭവത്തിന്റെ പേരാ കാരുണ്യം. ദൈവം കാരുണ്യമാണെന്നുള്ളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. ദൈവം കാരുണ്യം മാത്രമല്ല, അവര് ദൈവവുമായി വ്യവഹരിച്ചപ്പോൾ അവർക്ക് ഈ കാരുണ്യത്തിന്റെ അനുഭവമാണ് ദൈവത്തിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് ദൈവം കാരുണ്യമാണ് എന്നത് അവരുടെ അസ്തിത്വത്തിന്റെ ഉള്ളടക്കമായിരുന്നു. താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം കരുണയായതുകൊണ്ടാണെന്ന് പറയും അവര്. കാരണം അവരുടെ ചരിത്രം മറുതലിപ്പിന്റെ ചരിത്രം, അവരുടെ ചരിത്രം വീണ്ടെടുപ്പിന്റെ ചരിത്രം, അവരുടെ ചരിത്രം വിജയത്തിന്റെ ചരിത്രമാകുന്നത് വീഴ്ചയുടെ ചരിത്രമായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഓരോ പഴയ നിയമ ഗ്രന്ഥവും വീഴ്ചയുടെയും വീണ്ടെടുപ്പിന്റെയും ചരിത്രമാണ്. വീഴ്ചയുടെയും വിലാപത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ചരിത്രം. ഇത് പല ആംഗിളിൽ നിന്ന് നോക്കുന്നതേ ഉള്ളൂ. ന്യായാധിപന്മാരുടെ കാലത്ത് ഒരു പ്രത്യേക ഇതിലാണെങ്കിൽ യേശയ്യാവിന്റെ പ്രവചനങ്ങളിൽ അത് വേറൊരു തരത്തിലാണ്, ഹെസക്കിയേലിന്റെ വേറൊരു തരത്തിലാണ്. ആളിനും സംഭവത്തിനും പ്രതികരണത്തിനും ഒരു വ്യത്യാസവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കാരുണ്യം എന്നത് എന്തല്ല, കാരുണ്യം എന്നത് എന്താണ് എന്നല്ല അതിനകത്ത് വിശദീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാ കാരുണ്യം എന്നുള്ളതാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇനി കാരുണ്യത്തിന് വിവിധ രൂപങ്ങളുണ്ടെന്നും വിവിധ പദങ്ങളുണ്ടെന്നും യഥാർത്ഥത്തിൽ എന്താണ് കാരുണ്യം എന്നുള്ളത് പറയാൻ വളരെ പ്രയാസമാണ്. ഇതാണ് പാപ്പ 9-ാമത്തെ ഖണ്ഡികയിൽ നമ്മളോട് പറയുന്നത്. ആക്ഷരികമായി വാക്കുകൾ കൊണ്ട് കാരുണ്യം എന്താണ് എന്ന് പ്രകാശിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന്റെ കാരണങ്ങളിൽ ഏറെ പ്രധാനമായത് കാരുണ്യം എന്ന് നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ ഓരോ പദത്തിനും വ്യത്യസ്തങ്ങളായ പദങ്ങളാണ് അവരുപയോഗിച്ചിരിക്കുന്നത്. ഒറിജിനൽ ഇത് എഴുതിയവർ ഉപയോഗിച്ചിരിക്കുന്നത് ഒറിജിനൽ യഥാർത്ഥ ഭാഷയിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കരുണയെക്കുറിച്ച് ഉള്ള കാര്യത്തില് ഈ ദിവസിൻ മിസറിക്കോർഡിയയുടെ 52-ാമത്തെ ഫുട്നോട്ട് എന്ന് പറയുന്നത് ഒരു 2 പേജോളം ഉള്ള ഒരു ഒറ്റ സംഗതിയാണ്. എന്താണ് കാരുണ്യം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇസ്രയേലിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 5 വ്യത്യസ്തമായ വാക്കുകളെ സംബന്ധിക്കുന്ന ചർച്ചയാണ്.
അതിലൂടെ കടന്നു പോകാതെ നമുക്ക് ഈ കാരുണ്യം എന്ന് പറഞ്ഞാല് എല്ലാത്തിനും നമ്മളുടെ ഇതില്, അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഉൾഗാത്തായിൽ വിവർത്തനം ചെയ്തപ്പോൾ ലത്തീൻകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറെ കൂടെ ചെറിയ രീതിയിലുള്ള പ്രകാശനമേ അവിടെ സാധിച്ചുള്ളൂ. കാരണം അവർക്ക് മറുവാക്കുകളില്ല, പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് അവർ ഒരേ കാര്യം തന്നെ, ഒരൊറ്റ സംഗതി തന്നെ ഉപയോഗിച്ചു, കാരുണ്യം എന്ന പദം മാത്രം. എന്നാൽ മൂലാർത്ഥത്തിൽ അത് അങ്ങനെയല്ല ഉള്ളത്. മൂലഭാഷയിൽ അത് വ്യത്യസ്തങ്ങളായ ആശയങ്ങളുടെ വ്യത്യസ്തങ്ങളായ വാക്കുകളാണ്. ആ വാക്കുകൾക്ക് വ്യത്യസ്തമായ പ്രകാശനമുണ്ട്. അതിലെ ഒരു 1-2 വാക്കുകൾ നമ്മൾ പരിചയപ്പെടണം. ഒന്നാമത്തേത് ഹെസദ് എന്ന വാക്കാണ്. ഹെസദ് എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ആന്തരികമായ ബന്ധത്തെയാണ് കുറിക്കുന്നത്. മാത്രമല്ല അവര് വിശ്വസ്തരാണ്. ഹെസദിലെ 2 വ്യക്തികൾ, എ എന്നും ബി എന്നും ഇരിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട ഇസ്രായേൽക്കാരും ദൈവം എന്ന് തന്നെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ ഹെസദ് എന്ന് പറയുന്നത് ദൈവം അവരോട് വിശ്വസ്തനാണ് എന്നത് മാത്രമല്ല, അവിടുന്ന് സ്വയം വിശ്വസ്തനാണ്. സ്വയം വിശ്വസ്തനാണ്. അതായത് അവരോട് വിശ്വസ്തരായിരിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി, എന്നതിനു വേണ്ടി അവിടുന്ന് തന്നെത്താൻ പരമമായ വിശ്വസ്തത വെച്ച് പുലർത്തുകയാണ് ചെയ്യുന്നത്. ഇതിന് കൃപ എന്നും സ്നേഹമെന്നും ഒക്കെ അർത്ഥമുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഹെസദ് എന്ന് പറയുന്നത് ആ കരുണ വിശ്വസ്തതയുടെ അടയാളം. ഇത് കർത്താവ് ഇസ്രായേൽക്കാരോട് ഈ ഉടമ്പടി പറയുന്ന സമയത്ത്, അവിടുത്തെ ഉടമ്പടിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കാരുണ്യത്തെ കുറിച്ച് പറയുന്നത് കാരുണ്യം എന്ന വാക്കിൽ മേഴ്സി എന്ന അർത്ഥത്തിലല്ല, ഹെസദ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വേറൊന്നുകൂടെ ഉണ്ട്. അതിനൊരു ലീഗൽ ഒരു വാലിഡിറ്റി ഉള്ള ഒരു വാക്കാണ്. ദൈവം തമ്പുരാൻ അവിടുന്ന് വിശ്വസ്തനായിക്കൊണ്ട് അവരോട് ഉടമ്പടി ചെയ്യുന്നു. അത് എല്ലാ കാലത്തേക്കും അത് ബാധകമായിരിക്കും. കൃത്യമായി പറഞ്ഞാല് ഒരു നിയമപരമായ ബാധ്യത പോലെ അവിടുന്ന് സ്വയം അവരോട് വെച്ചു പുലർത്തുകയാണ് ഈ വിശ്വസ്തത. ഒന്നുകൂടെ മനസ്സിലാക്കണം, ഒരു ഔദാര്യ പ്രകടനം എന്ന മാതിരിയല്ല, നിയമപരമായ ഒരു ബാധ്യത പോലെ അവിടുന്ന് അവര് വിശ്വസ്തരല്ലെങ്കിലും താൻ തന്നെ തന്നോട് വിശ്വസ്തനാകയാൽ അവരോടുള്ള വിശ്വസ്തത വെച്ച് പുലർത്തുകയാണ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല മനസ്സിലാക്കാൻ ഞാൻ വിചാരിക്കുന്നു. തന്നോട് തന്നെയോ വിശ്വസ്തനാണ്. ആ വിശ്വസ്തത അവിടുന്ന് ഒരു ലീഗലി ബൗണ്ടായ മാതിരിയാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നത്. അവരെത്രമാത്രം വിശ്വസ്തരാണെന്ന് അവർ നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് അവരോട് വിശ്വസ്തതാപൂർവം കാരുണ്യം കാണിക്കുക. വീണ്ടും രണ്ടാമത്തെ വാക്ക് റഹാമിം എന്ന വാക്കാണ്. അതിനും കാരുണ്യം എന്ന് തന്നെ അർത്ഥം. പക്ഷെ ഈ വിശ്വസ്തത എന്നൊക്കെ പറയുന്ന ഒരു പുരുഷന്റെ ലക്ഷണമാണ് എന്നുണ്ടെങ്കിൽ ഇതിന് അങ്ങനെയാ പറയുന്നത്, ഒരു പുരുഷ ലക്ഷണം. ഇതിന് ഒരു സ്ത്രീ ലക്ഷണം. അതായത് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ നനവാണ് അവിടെ നമ്മൾ അനുഭവപ്പെടുന്നത്. മറ്റേത് തീവ്രമായ വിശ്വസ്തതയാണ് എന്നുണ്ടെങ്കിൽ, അവര് വിശ്വസ്തരല്ലെങ്കിലും എന്റെ സ്വഭാവത്താൽ ഞാൻ വിശ്വസ്തനായിരിക്കാൻ ബൗണ്ട് ആയിരിക്കുന്നതിനാൽ സ്വഭാവേന ഞാൻ വിശ്വസ്തത വെച്ച് പുലർത്തുന്നതാണ് ഹെസദെങ്കിൽ, റഹാമിം എന്ന് പറയുന്നത് ഒരമ്മയുടെ സ്നേഹത്തോടു കൂടി അണച്ചു പിടിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? ഇതിനകത്ത് തുള്ളിത്തുളുമ്പി നിൽക്കുന്നത് റഹാമിം എന്ന് പറയുന്നതാണ്. റീഹം എന്ന് പറഞ്ഞാല് അമ്മയുടെ ഗർഭപാത്രം എന്നാണ്. റാഹാമ എന്ന് പറയുന്ന വാക്കിന് കരുണ എന്നാണ് അർത്ഥം. അമ്മയുടെ ഗർഭപാത്രത്തിനകത്താകുമ്പോഴുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയ്ക്ക് കരുണയുടെ പര്യായം വെച്ചു പുലർത്തുന്നതിന് യാതൊരു അതിശയോക്തിയുമില്ലല്ലോ. അപ്പൊ ഒരു പുരുഷ സ്വഭാവ ഉത്തരവാദിത്വപൂർണമായ വിശ്വസ്തതയാണ് ആദ്യത്തേതിലെങ്കില്, രണ്ടാമത്തേതില് വളരെ പ്രത്യേകമായ രീതിയിലുള്ള സ്നേഹമാണ്. അത് നനവാർന്ന സ്നേഹമാണ്, കാരുണ്യമാണ്, കൂടെ ചെല്ലുന്നതാണ്. ഇറ്റ് ഈസ് എ ഫെമിനിൻ വേരിയേഷൻ ഓഫ് ദി മസ്കുലിൻ ഫിഡിലിറ്റി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ പദം ഒരു സ്ത്രീക്ക് തന്റെ മുലയൂട്ടുന്ന കുഞ്ഞിനെ
മറക്കാൻ പറ്റുമോ എന്നിടത്താണ് ഏറ്റവും കൂടുതൽ പച്ച പിടിച്ചു നിൽക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചനങ്ങളിലെ 49:15 മാതൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ, മനുഷ്യന്റെ ഉള്ളിൽ ലീനമായി കിടക്കുന്ന മാതൃത്വ ശക്തിയുടെ ഏറ്റവും പ്രകടമായ രൂപത്തെ അവിടെ അജയ്യമായ വിധത്തിൽ അവതരിപ്പിക്കുന്നു എന്നാണ് ഈ ഫുട്നോട്ട് പറയുന്നത്. അവിടെ കാരുണ്യം എന്ന ഒരു ഒറ്റ പദമല്ല അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളോട് റഹാമീം കാണിക്കുമെന്നും ദൈവം നിങ്ങളോട് ഹെസദ് കാണിക്കുമെന്ന് പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് നിങ്ങളോട് കാരുണ്യം കാണിക്കും എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. നീ തെറ്റ് ചെയ്താലും നിന്റെ ദൈവം നിന്നോട് റഹാമീം കാണിക്കുമെന്ന് പറയുന്നത്. നിർഭാഗ്യവശാല് നമുക്കിനിയും അത്തരത്തിലുള്ള ഒരു വിവർത്തനം ഇല്ലാതെ പോയിരിക്കുകയാണ്. അഥവാ അല്ലെങ്കിൽ നമ്മൾ പഠിക്കണമായിരുന്നു. ഞാനിപ്പോ ഓർക്കുക, കഴിഞ്ഞ മുമ്പിലത്തെ തവണ ജോസൂട്ടി പറഞ്ഞൊരു കാര്യം, 4 സുവിശേഷങ്ങളും വല്ലാതെ കാവ്യഭംഗി നിറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ അത് വായിക്കുകയാണെങ്കിൽ, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ടെങ്കിൽ വായിക്കണം. ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ്. ഒന്ന് മത്തായി എഴുതി, ഒന്ന് മർക്കോസ് എഴുതി എന്നതല്ല, ഒന്ന് ലൂക്കാ എഴുതി എന്നതല്ല അതിന്റെ വ്യത്യസ്തത. അതിന്റെ വ്യത്യസ്തത അതിന്റെ കാവ്യഭംഗിയിലും ആവിഷ്കാര ശൈലിയിലും അതിന്റെ പ്രതിപാദന രീതിയിലുമാണ് എന്ന് നമ്മുടെ വന്ദ്യനായ പാമ്പ്ലാനി പിതാവ് ഒരിക്കൽ പറഞ്ഞതായിരുന്നു. ഇത് ഏറെ വിഷമത്തോടും ആന്തരികമായ ക്ലേശത്തോടും കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കുക ചെയ്യുന്നത്. കാരുണ്യം എന്ന് പറയുന്ന ഒരു കുഞ്ഞു വാക്കല്ല. അത് എല്ലായിടത്തും സമാനമായ അർത്ഥത്തിൽ ഉപയോഗിക്കാനും പറ്റുകയില്ല. രണ്ടാമത് വീണ്ടും വേറൊന്നുള്ളത്, ഈ ഒരു ആന്ത്രോപ്പോമോർഫിക് സമീപനമാണ് അവരുടേത്. ആന്ത്രോപ്പോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തില് മനുഷ്യൻ്റെതായ ഗുണങ്ങളൊക്കെ ആരോപിച്ച്, ദൈവം മനുഷ്യനല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അവിടുന്ന് ക്ഷിപ്രകോപിയാണ്, അല്ലെങ്കിൽ അവിടുന്ന് ക്ഷിപ്രപ്രസാദിയാണ്, മന്ദകോപിയാണെന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനിൽ ആരോപിക്കുന്ന കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അവരുടെ അനുഭവത്തിൽ നിന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആന്ത്രോപ്പോമോർഫിക് സൈക്കോളജി ഉപയോഗിച്ച് ആണ് അവർ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കരുണയ്ക്ക് വിവിധങ്ങളായ ഈ പദങ്ങൾ ഉണ്ടായതിന്റെ കാരണവും അത് തന്നെയാണ്. ഒരു മനുഷ്യന് ചേർന്ന മാതിരി ദൈവത്തെ അവർ വ്യവഹരിച്ചു. വീണ്ടും ഹനാൻ എന്നൊരു പദമുണ്ട്. ഹനാൻ എന്ന് പറയുന്നത് ഗ്രേഷ്യസ്, കൃപാലു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മുഹൂർത്തം 3 എഴുതുമ്പോൾ എന്ന തത്വം ഉപയോഗിച്ച് നമ്മൾ അതിനും കരുണമെന്ന് തന്നെയാണ് ഹനാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ്. വീണ്ടും ഹമാൽ എന്നൊന്നുണ്ട്, അതിനും കാരുണ്യം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഹമാലും ഹനാനും ഹെസദും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹെസദ് വിശ്വസ്തതയാണ്. റഹാമീം എന്നത് ഒരമ്മയ്ക്ക് മകനോടുള്ള വാത്സല്യത്തിന്റെ അതിന്റെയൊക്കെ സ്ത്രൈണമായ, നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു മുലപ്പാലിന്റെ മാധുര്യവും മണവുമുള്ള കൃപയല്ല, കാരുണ്യമാണ് എങ്കിൽ കൃപയാണ് ഹനാൻ. ഹമാലാകട്ടെ, ഹമാൽ എന്ന് പറയുന്നത് തോറ്റവനോട് കാണിക്കുന്ന അനുകമ്പയാണ്. ടു ഷോ മേഴ്സി ആൻഡ് കമ്പാഷൻ ആൻഡ് ഇൻ കോൺസിക്വൻസ് ഫോർഗീവ്നെസ് ആൻഡ് റെമിഷൻ ഓഫ് ഗിൽറ്റ്. പോട്ടടാ, സാരമില്ല, പാപവും ക്ഷമിച്ചു, അതും മറന്നു, നീ തോറ്റതും മറന്നു, മറുതലിപ്പതും മറന്നു, എല്ലാം മറക്കുന്ന ഒരു സ്പെയർ, അതാണ് വെർബലി. അങ്ങനെ അങ്ങോട്ട് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തരം കൃപ, അതാണ് ഹമാല്. വീണ്ടും അനുകമ്പ എന്ന അർത്ഥത്തിൽ ഹസ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അത് വാത്സല്യത്തിന്റെ അർത്ഥത്തിലാണ്. നിർഭാഗ്യവശാൽ അതിനെ നമ്മൾ കരുണ എന്നാണ് വീക്ഷിക്കുന്നത്. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ 5 എണ്ണം കണ്ടു. ഹെസദ്, റഹാമീം, ഹനാൻ, ഹമാൽ, ഹസ്, വാത്സല്യം. ഇനി വീണ്ടും വിശ്വസ്തത എന്നുള്ള വാക്ക് വളരെ കൃത്യമായി സുരക്ഷ എന്ന അർത്ഥത്തിലെ എമറ്റ് എന്ന പദവും ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഇത്രയേറെ വിവിധങ്ങളായ പദങ്ങൾ ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് പ്രകാശിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത്രയേറെ വിവിധങ്ങളായ രീതിയിൽ വൈജാത്യമാർന്ന മേഖലകളിൽ അവിടുന്ന് മനുഷ്യനോട് സംസാരിച്ചു. കാരുണ്യത്തെ വിവിധങ്ങളായ രീതിയിൽ അവിടുന്ന് പ്രകാശിപ്പിച്ചു.
ഒരേ ദൈവത്തിൽ നിന്ന് വിവിധ സാഹചര്യങ്ങളിലും സമയങ്ങളിലും അവിടെ നിന്ന് അവരുടെ തെറ്റുകളെ വിവിധങ്ങളായ രീതിയിൽ സമീപിച്ചു. അത് കാരുണ്യത്തിന്റെ രീതിയിലായിരുന്നു, പക്ഷെ വിവിധങ്ങളായ രീതിയിൽ അവരുടെ കാരുണ്യം അനുഭവിച്ചു. അതുകൊണ്ട് അതിശയകരമായ കാരുണ്യത്തിന്റെ സമ്പന്നതയുടെ ചരിത്രമാണത് എന്ന് പറയും. ഇനി അദ്ദേഹം അതിന്റെ വേറൊരു കാര്യത്തിലേക്ക് നയിക്കുകയാണ്. കരുണയും നീതിയും എന്ന വിഷയത്തിലേക്ക് നമ്മളെ 12ാമത്തെ അധ്യായത്തിലൂടെ ഖണ്ഡികയിലൂടെ നയിക്കുക. കരുണയും നീതിയും ഇങ്ങനെ ഒരു അർത്ഥത്തിൽ ദൈവത്തിന്റെ കരുണയെ ദൈവത്തിന്റെ നീതിയിൽ നിന്നും വ്യത്യസ്തമായി കാണിക്കും. ദൈവം നീതിമാനാണെങ്കിൽ ഇങ്ങനെ കരുണ കാണിക്കുമോ? ഇതൊരു ചോദ്യമാണ്. ദൈവ കരുണ ദൈവത്തിന്റെ നീതിയേക്കാൾ ശക്തമായി കാണും. നീതി അനുസരിച്ചിട്ടാണെങ്കിൽ ഇതിൽ ഒറ്റ പോലും ജീവിക്കുകയില്ല. ദൈവത്തിന്റെ മുമ്പിൽ വരിക പോലുമില്ല. കാരണം അവിടുന്ന് മഹാപ്രതാപിയും നീതിമാനുമാണ്. അപ്പൊ ദൈവത്തിന് നീതി ഉണ്ടോ എന്ന് പറയുന്നത് വെറുതെയാണ്. ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ സർവാതിശായിയായ പൂർണ്ണതയിൽ നിന്നാണ് ഈ നീതി ഉത്ഭവിക്കുന്നത്. ഇനി അതേ സംബന്ധിച്ച് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നീതി മനുഷ്യനിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സദ്ഗുണം. എന്താണ് നീതി എന്നതിനെ കുറിച്ച് പറയുന്നത്? മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സദ്ഗുണമാണ് നീതി. നിങ്ങൾക്കറിയാം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1804 മുതൽ 1829 വരെയുള്ള 26 ഖണ്ഡികകൾ, 26 25 ഖണ്ഡികകൾ, 26 ഖണ്ഡികകൾ, വകുപ്പുകള് ഈ 7 സുഹൃതങ്ങളെ സംബന്ധിക്കുന്നതാണ്. അതിൽ മാനുഷിക സുഹൃതങ്ങളായിട്ടുള്ള 4 എണ്ണത്തിൽ ഏറ്റവും ആദ്യം പറയുന്നത് മൗലിക സുഹൃതങ്ങൾ: വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം. 1807 നീതിയെ സംബന്ധിച്ച് പറയുന്നത്. ദൈവിക സുഹൃതങ്ങൾ, തിയോളജിക്കൽ വെർച്യൂസ് ആയിട്ടുള്ള വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നത് പിന്നീട് വരും. നീതി എന്നത് മനുഷ്യന് വളർത്താൻ പറ്റിയ, മനുഷ്യാധ്വാനത്താൽ നേടുന്നതും ദൈവകൃപയാൽ ശുദ്ധീകരിക്കപ്പെടുന്നതുമായ ഒരു ഗുണമാണ്. ഈ നീതിയുടെ സമ്പൂർണത ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ നീതി മനുഷ്യന്റെ ശിക്ഷ ആവശ്യപ്പെടുമ്പോഴും അതിനേക്കാൾ ശക്തമായ രീതിയിൽ ദൈവത്തിന്റെ സ്നേഹം കരുണയെ ഒഴുക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇതില് ചെസ് കളിക്കുമ്പോ ചെക്ക് പറയുന്നത് പോലെ വളരെ സൂക്ഷിച്ചാണ് ഈ പദവിന്യാസം നടത്തുന്നത്. നീതി ദൈവത്തിന്റെ സർവാതിശായിയായ പൂർണ്ണതയാണെന്നും അത് മനുഷ്യാധ്വാനത്താൽ നേടുന്നതാണെന്നും ദൈവകൃപയാൽ ശുദ്ധീകരിക്കപ്പെടുന്നതാണെന്നും 1810 ഞാൻ പറഞ്ഞു ആണെന്നുമുള്ള അറിവ് നമുക്കുണ്ടായിരിക്കെ അദ്ദേഹം പറയുന്നു, ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ നീതിയേക്കാൾ വലുതായിട്ട് കാണുന്നു. സ്നേഹം നീതിയേക്കാൾ വലുതാണ്. ലവ് ഈസ് ഗ്രേറ്റർ ദാൻ ജസ്റ്റിസ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രാഥമികവും മൗലികവുമായ നിലയില്, ഗ്രേറ്റർ ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് പ്രൈമറി ആൻഡ് ഫണ്ടമെന്റൽ. അടിസ്ഥാനപരമായി ദൈവം നീതിയുടെ പൂർണ്ണതയാണ്. അതേസമയം അതേ നീതിയെ ഉല്ലംഘിക്കുന്ന വിധത്തിൽ അവിടുന്ന് സ്നേഹവുമാണ്. ആ സ്നേഹം കരുണാർദ്രമാണ്. അതുകൊണ്ട് നമുക്കൊരൊറ്റ നിലയിൽ ഗ്രഹിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ലവ് കണ്ടീഷൻസ് ജസ്റ്റിസ്. സ്നേഹം നീതിയെ പരുവപ്പെടുത്തുന്നു. ആത്യന്തിക വിശകലനത്തിൽ ജസ്റ്റിസ് സെർവ്സ് ലവ്. നീതി സ്നേഹത്തിന് സേവനം ചെയ്യുന്നു. നമ്മൾ ഉടനീളം പരിശോധിച്ചാൽ അതാ കാണുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവം നീതിമാനാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ ദൈവത്തിന്റെ നീതി? ദൈവത്തിന്റെ നീതി എന്നത് ഓരോ മനുഷ്യനും എന്നേക്കുമായി തെറ്റ് ചെയ്ത് അവിടുത്തെ സന്നിധിയിൽ നിന്ന് നിഷ്കാസിതരാകണം എന്നതല്ല, മറിച്ച് പശ്ചാത്തപിച്ച്
അവിടുത്തെ നീതിയുടെ സ്വഭാവം അവിടെ നിലനിൽക്കെ തന്നെ അതിനെ ഉല്ലംഘിക്കുന്ന കരുണ, നീതിക്ക് മുകളിൽ കടന്നു വന്നിട്ട് മറുതലിക്കുന്ന മനുഷ്യന് അവന്റെ വിലാപത്തോട് പ്രത്യുത്തരിക്കുകയാണ്. വീണ്ടെടുപ്പിന്റെ പ്രത്യുത്തരം നൽകുന്ന കരുണയുടെ മേൽക്കോയ്മയാണ് അവിടെ പ്രകടമാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. കരുണ എന്നത് നീതിയുടെ മുകളിൽ പ്രകടമാകുന്നു. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസംഷനിലേക്ക്, ഒരു തിയറിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. സങ്കീർത്തകരെ സംബന്ധിച്ചിടത്തോളവും പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം, സങ്കീർത്തനക്കാരും പ്രവാചകന്മാരും കഴിഞ്ഞാൽ പിന്നെ അവരുടെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് സങ്കീർത്തകന്മാരെയും പ്രവാചകന്മാരെയും അവരുടെ ഒരു ധാരണ പ്രകാരവും അവര് രൂപീകരിച്ചത് പ്രകാരവും നീതി എന്ന പദം തന്നെ ദ വെരി വേർഡ് നീതി, ജസ്റ്റിസ് എന്ന് തന്നെ കർത്താവിനാലും അവിടുത്തെ കാരുണ്യത്താലും നിർവഹിക്കപ്പെടുന്ന രക്ഷ എന്ന അർത്ഥത്തിൽ അവരതിനെ ഉപയോഗിച്ചു. രക്ഷയും നീതിയുമായിട്ട് ബന്ധപ്പെടുത്തി അവർ പറഞ്ഞു, കർത്താവിന്റെ നീതി എന്ന് പറഞ്ഞാൽ അത് സാധാരണ നീതിയല്ല, പല്ലിന് പല്ലും കണ്ണിന് കണ്ണുമല്ല. കർത്താവിന്റെ നീതി എന്നത് അവിടുത്തെ കാരുണ്യത്താലും അവിടുത്തെ ദയയാലും നിർവഹിക്കപ്പെടുന്ന രക്ഷ എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഒന്നുകൂടി അവിടുന്ന് തറപ്പിച്ച് പറയുന്നു മാർപ്പാപ്പ, കാരുണ്യം നീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കണം. നീതിയുടെ ഒരു അവാന്തര വിഭാഗമല്ല കാരുണ്യം, കാരുണ്യത്തിന്റെ ഒരു ഉയർന്ന രീതിയല്ല നീതി. രണ്ടും രണ്ടാണ്. എന്നാൽ ഇവ പരസ്പരം വിരുദ്ധമല്ല. നീതി ഉള്ളത് കൊണ്ട് കാരുണ്യം ഉണ്ടാകരുത് എന്ന് നിർബന്ധമില്ല. കാരണം നീതിമാൻ സ്നേഹിക്കുന്നവനാണെങ്കിൽ അവന്റെ സ്നേഹം കാരുണ്യം പൂണ്ട് നീതിക്ക് മുകളിൽ പരിലസിക്കും എന്നാണ് ഈ പറയുന്നത് മുഴുവൻ അദ്ദേഹം പറയുന്നത്. അടുത്തതായിട്ട് അദ്ദേഹം അതിനെ ഒരു ഭാവാത്മകമായ രീതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം അധികമാരും എടുക്കാത്ത ഒരു ഭാഗമാണ്. നമ്മൾ ആരും തന്നെ റെഫർ ചെയ്യാത്തില്ല. അങ്ങനെ റെഫർ ചെയ്യാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാറില്ലാത്തതെന്നാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 11:24 എന്ന് പറയുന്ന വാക്യം അദ്ദേഹം എടുത്ത് മുന്നോട്ട് വെക്കുക. എല്ലാത്തിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല, ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അതായത് അടിസ്ഥാനപരമായ ഒരു ദ്വേഷം ദൈവത്തിനില്ല, വിരോധമില്ല. അവിടുത്തെ സമീപനത്തിൽ ദ്വേഷമോ വിരോധമോ പകയോ ശിക്ഷയോ ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ വ്യതിചലിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുരനുഭവം. അവിടുന്ന് സൃഷ്ടിച്ചു എന്ന കാരണത്താൽ അവിടുന്ന് അതിനെ ദ്വേഷിക്കുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ തിന്മ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്? തിന്മ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് അധർമ്മം പ്രവർത്തിച്ചത് കൊണ്ട്. അവിടെ ദൈവത്തിന്റെ നീതിയായി അവിടുന്ന് എന്നാ പിന്നെ ഇവൻ ഇങ്ങനെയൊക്കെ ആയല്ലോ, എന്നാ ഇവനെ ഒന്ന് അനുഭവിപ്പിച്ച് കളയാം എന്നല്ല. എവിടെയാണോ മനുഷ്യൻ തെറ്റ് ചെയ്തു എന്ന കാരണത്താൽ അവൻ ശിക്ഷ അനുഭവിക്കുകയാണ്. മാത്രമല്ല അതിന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സൃഷ്ടിയുടെ രഹസ്യത്തിലേക്കാണ് ഇത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ്. ജ്ഞാനം 11:24 സകലത്തിനെയും അവിടുത്തെ സ്നേഹത്തിന്റെ നിറവിലാണ് അവിടുന്ന് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ സൃഷ്ടിയുടെ ആത്യന്തികമായ നിലപാടിനെയാണ് വ്യക്തമാക്കുന്നത്. ഇത് പറയാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയും. ദൈവം തമ്പുരാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഓരോരോ സാധനങ്ങളെ ഇങ്ങനെ 6 ദിവസം കൊണ്ട് ഉണ്ടാക്കുകയാണല്ലോ. അപ്പോ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. ഇടയ്ക്കിടയ്ക്ക് ദൈവം തമ്പുരാൻ അഹോ നന്ന് എന്ന് പറയും. നന്നായിരിക്കുന്നു. അത് വേറെ ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മനുഷ്യനില്ലല്ലോ, വേറെ ആരൊക്കെ പറയും. അതുകൊണ്ട് ദൈവം തമ്പുരാൻ സ്വയം പുറത്തു കെട്ടി അഭിനന്ദിച്ചു, മിടുക്കാൻ എന്ന് പറഞ്ഞു. അഹോ നന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4 പറയുന്നുണ്ട്, 10 പറയുന്നുണ്ട്, 12 പറയുന്നുണ്ട്, 19 പറയുന്നുണ്ട്, 21 പറയുന്നുണ്ട്, 25 പറയുന്നുണ്ട്. 6 തവണ പറയുന്നുണ്ട്. 5 ദിവസവും പറഞ്ഞു ഇല്ലേ? പറഞ്ഞു. എല്ലാം നല്ലതാണെന്ന് അവിടുന്ന് പറഞ്ഞത്. അട്ടയും പുഴു ഈ സൃഷ്ടവസ്തുക്കളിൽ നമുക്ക് എതിരായിട്ട് കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന സകല സംഗതികളും നല്ലതാണെന്നാണ് ദൈവം കണ്ടത്.
മനുഷ്യൻ നന്മയുടെ നിറകുടമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അവിടുത്തെ ഛായയിലും രൂപത്തിലുമാണ്. അപ്പൊ തമാശനെങ്കിലും നമ്മൾ ചോദിക്കും, അഹോ നന്ന എന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തന്നെയാ മിണ്ടാണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഉണ്ടല്ലോ. ദോഷമില്ലല്ലോടാ മിടുക്കൻ എന്ന് പറയാൻ എന്താ കാരണം? ഒന്നാം ദിവസവും രണ്ടാം ദിവസവും ഈ ഫിർമമെന്റ് ഉള്ള ദിവസം, പിന്നെ ആകാശവിധാനം സൃഷ്ടിച്ച ദിവസം ദൈവം തമ്പുരാൻ അഹോ നന്ന് എന്ന് പറഞ്ഞില്ല. അതിനൊരു കാരണം ഉണ്ടാക്കാൻ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്തിയെ അഹോ നന്ന് എന്ന് പറയാഞ്ഞത്? ബാക്കിയെല്ലാം ദൈവത്തിൽ നിന്ന് വന്ന ദൈവത്തിന്റെ സൃഷ്ടികളാണെങ്കിൽ ഇവന് ഈ ദൈവത്തിന്റെ സൃഷ്ടിക്ക് ഒരടിസ്ഥാനമായ അവന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അവന് ദൈവാംശമുണ്ട്. അതുകൊണ്ട് പറച്ചിലിനും അപ്പുറത്താ മനുഷ്യന്റെ നന്മ. ഒരു വാക്കിന്റെ അപ്പുറത്താ മനുഷ്യന്റെ നന്മ. അതുകൊണ്ട് സൃഷ്ടി രഹസ്യത്തിൽ തന്നെ അതിമനോഹരമായി നന്മയുടെ അംശമുണ്ട്. ഈ അതിമനോഹരമായ ദൈവം സൃഷ്ടിച്ച സ്നേഹത്തിന്റെ അത്യുദാത്തമായ പ്രകാശനം ഈ സൃഷ്ടിയുടെ രഹസ്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നതിനെ ഉല്ലംഘിക്കുന്ന ഈ സ്നേഹം എപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നായി പറഞ്ഞുകൊണ്ട് വരുന്നത്. ദൈവത്തിന് തന്നോട് തന്നെയുള്ള വിശ്വസ്തത എന്ന് പറയുന്ന ഹെസർ എന്ന് പറയുന്നതാണ് അവിടെ പ്രവർത്തനക്ഷമമാകുന്നത്. അവിടുന്ന് സ്നേഹിച്ചിട്ട് അവിടുന്ന് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തിന് അങ്ങനെ നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്റെ കർത്താവ് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ, നിനക്ക് തെറ്റിപ്പോയി നീ അനുഭവിക്കണം എന്ന് പറയുമ്പോ അങ്ങനെ പറയല്ല. കാരണം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അറിഞ്ഞു പേര് ചൊല്ലി വിളിച്ചവനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തുന്ന നിമിഷത്തിൽ അവിടുന്ന് തന്നോട് തന്നെയുള്ള ഹെസദ് കൊണ്ട് അവിടുന്ന് കടന്നു വരും. എന്നിട്ട് റഹാമിൻ കൊണ്ട് എന്നെ പിന്നെ എന്താ ചെയ്യാ, എന്നെ അങ്ങോട്ട് പിന്നെ ചുറ്റും. റഹാമിൻ കൊണ്ട് ചുറ്റാതിരിക്കാൻ ദൈവത്തിന് പറ്റുകയില്ല. കാരണം ഞാൻ അവിടെ ആകെ അവശനായിട്ട് നിൽക്കുകയാണ്. വീണ്ടും അവിടുന്ന് ഹമാൻ തോറ്റുപോയല്ലോടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തുകയല്ല. ഒന്നും സാരമില്ല, നീ തോറ്റിട്ടില്ലെന്നും പറഞ്ഞ് എല്ലാം കവർ ചെയ്യുന്ന ഹമാനിലാൽ അവിടുന്ന് വിവിധങ്ങളായ കാരുണ്യത്തിന്റെ പ്രകാശനം ഉണ്ടാവുന്നു. ചുരുക്കം വാക്കുകൾക്ക് വർണ്ണിക്കാനാവാത്ത കാരുണ്യത്തിന്റെ നിറകുടമാണ് ദൈവം എന്ന് അറിയിക്കാൻ വേണ്ടിയായി ഈ പഴയ നിയമത്തിലെ ഇതിന്റെ ഈ ഒരു മുൻനിരയായിട്ട്, ധൂർത്തപുത്രന്റെ മുൻനിരയായിട്ട് ഈ പഴയ നിയമത്തിലെ കരുണാസങ്കല്പത്തെ അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. വീണ്ടും യെശയ്യാവിന്റെ 54:10 സംബന്ധിച്ചിട്ട് അദ്ദേഹം വളരെ വിവരിക്കുന്നു. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാൾ, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. എന്തിനേക്കാൾ ഉപരിയാണ് എന്റെ സ്നേഹത്തിന്റെ മുഴുവൻ കാര്യങ്ങളും എന്ന്, എന്റെ സ്നേഹത്തിന്റെ ഊടും പാവും അതിന്റെ അഗാധതയും ഔന്നത്യവും നിനക്ക് സങ്കല്പിക്കാവുന്നതിന്റെ അപ്പുറത്താണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശുവും ശിഷ്യന്മാരും സംസാരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഒരു നാടകീയമായ ഒരു രംഗത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ്. തന്റെ അവസാനത്തെ അത്താഴത്തിലേക്ക് അടുക്കുകയാണ് കർത്താവ്. അപ്പോഴാണ് ഫിലിപ്പോസ് ചോദിക്കുന്നത്, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. ഇവിടെ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അത് നീ അറിഞ്ഞില്ലേ? നിങ്ങൾ ഇത്രയും നാളും ചരിത്രത്തിലൂടെ കണ്ട, ചരിത്രത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ കാരുണ്യം, വിശ്വസ്തത, ദയ, നനവാർന്ന അവിടുത്തെ സ്നേഹം, എല്ലാം നിസ്സാരമാക്കി കളയുന്ന അവിടുത്തെ പോട്ടെ ക്ഷമ, എല്ലാത്തിനെയും മൂടുന്ന അവിടുത്തെ കൃപ, ഇതൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ കണ്ടതല്ലേ? അതിന്റെ ദൃശ്യവൽക്കരണമാണ് ഞാൻ, അതിന്റെ യഥാർത്ഥത്തിലുള്ള രൂപമാണ് ഞാൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഇത്രയും കാലം
എന്നോട് കൂടെ ആയിരുന്നിട്ടും. എനിക്ക് തോന്നുന്നു ഈ എന്നോട് കൂടെ എന്ന വാക്കിന് കുറെ കൂടെ വലിയൊരു അർത്ഥമുണ്ട്. ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ യേശുവിനോട് കൂടെ ആയിരിക്കുക എന്നല്ലേ അതിന്റെ അർത്ഥം. ഇസ്രായേലിന്റെ പരിപ്രേക്ഷ്യത്തിൽ യേശുവിനെ കാണുന്നതും ഇസ്രായേലിന്റെ പരിപ്രേക്ഷ്യത്തിൽ അല്ലാതെ യേശുവിനെ കാണുന്നതും ചുറ്റുപാടിലല്ലാതെ യേശുവിനെ കാണുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പൊ നാം കാണുന്ന യേശു, ദൈവപുത്രനായ യേശു, അവിടത്തേക്ക് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം വിലാപത്തിന്റെയും വീഴ്ചയുടെയും വിലാപത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ വിവിധ രൂപത്തിലുള്ള കാരുണ്യത്തിന്റെ അനർഗളവും അനുസ്യൂതവുമായ പ്രകടനത്തിന്റെ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത്. അതിന്റെ സമഗ്രമായ മൂർത്തിമദ്ഭാവമാണ് താനെന്നും നീതിയെ ഉല്ലംഘിക്കുന്ന കരുണയാൽ മനുഷ്യനെ അവിടുന്ന് യേശുമിശിഹ മൂടുമെന്നുമുള്ളത് അവിടുന്ന് പറയുകയാണ്. ഇത് പറയുന്നത് എപ്പോഴാണെന്നും കൂടെ നമുക്ക് നമ്മൾ ഓർക്കണം. അവസാനത്തെ അത്താഴത്തിന്റെ ദിവസമാണ്, അത്താഴത്തിന്റെ രാത്രിയിലാണ്. അതിനുശേഷം സംഭവിക്കുന്നത് മുഴുവൻ രക്ഷാകര രഹസ്യത്തിലെ അതിപാവനമായ രംഗങ്ങളാണ്. കുരിശിലേക്കുള്ള അവന്റെ നടന്നെടുപ്പിന്റെ സമയത്താണ് അവനത് പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാന് ദേവൂസ് കാരിത്താസത്തിലെ ദൈവം സ്നേഹമാകുന്നു എന്ന ബെനഡിക്തോസ് 16 പ്രഥമ ചാക്രിക ലേഖനത്തിലെ 12ാമത്തെ ഖണ്ഡിക വായിച്ചുകൊണ്ട് അതിലെ ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ നീതിയെ, ദൈവത്തിന്റെ കരുണ ഉല്ലംഘിക്കുന്നു എന്നത് ഏറ്റവും അവസാനമായി അതിമനോഹരമായി പ്രകാശിപ്പിക്കപ്പെട്ടത്, ശാശ്വതീകരിക്കപ്പെട്ടത് എന്നുള്ളത് ബെനഡിക്തോസ് 16 നിരീക്ഷിക്കുന്നു. 12ാമത്തെ ഖണ്ഡിക ഇപ്രകാരമാണ്: മനുഷ്യനെ ഉയർത്താനും രക്ഷിക്കാനും വേണ്ടി തന്നെ തന്നെ നൽകാൻ തനിക്കെതിരായി നീങ്ങുന്ന നീക്കത്തിന്റെ പരമകോടിയാണ് കുരിശിലുള്ള അവിടുത്തെ മരണം. ദൈവം തനിക്ക് തന്നെ എതിരായിട്ട് നീങ്ങുക, തന്റെ തന്നെ നീതിക്കെതിരായിട്ട് ദൈവം നീങ്ങുക. നീതിപ്രകാരം മനുഷ്യൻ ശിക്ഷിക്കപ്പെടണം. എന്നാൽ അവിടുത്തെ നീതിക്കെതിരായി നീങ്ങാൻ മാത്രം അവിടുത്തെ സ്നേഹം നിർബന്ധിതമാവുകയാണ്. ഒന്നുകൂടെ ഞാനത് വായിക്കുന്നു. മനുഷ്യനെ ഉയർത്താനും രക്ഷിക്കാനും വേണ്ടി തന്നെ തന്നെ നൽകാൻ തനിക്ക് തന്നെ എതിരായി നീങ്ങുന്ന നീക്കത്തിന്റെ പരകോടിയാണ് കുരിശിലുള്ള അവിടുത്തെ മരണം. ഇത് ഏറ്റവും മൗലികമായ സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ നിന്നാണ് ഇതര സ്നേഹങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത്. ക്രിസ്തുവിന്റെ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട വിലാവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് അടയാളപ്പെടുത്തിയതിനെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് ക്രൂശിലാണ്. അതുകൊണ്ട് ഇനി നമ്മൾ കേൾക്കുന്നത് ചരിത്രത്തിൽ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ കരുണയിൽ സ്വന്തം നാമധേയം അടയാളപ്പെടുത്തിയ ദൈവം അവിടുത്തെ കരുണയെ കുറിച്ച് എന്ത് സംസാരിച്ചു എന്നുള്ളതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വാ തുറന്ന് കരുണയുടെ മനുഷ്യാവതാരം കരുണയെ സംബന്ധിച്ച് പറയുന്നത് എന്താ? അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അത് കാണുന്നു. ധൂർത്തപുത്രന്റെ ഉപമ. അതിനൊരു പ്രത്യേകതയുണ്ട്. കരുണയെ കുറിച്ച് കാരുണ്യപൂർവ്വം സംസാരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നാലും ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇല്ല, കണ്ണുകൾ അടയ്ക്കാം നമുക്കൊന്ന്.
വലിയ തത്വങ്ങളിലേക്കൊന്നും നമ്മളിപ്പോ പോകണ്ട. കേട്ടതൊക്കെ നമ്മുടെ മനസ്സിനകത്തേക്ക് വെച്ചിട്ട് ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം. എന്റെ പ്രവൃത്തിയാണോ, അവിടുത്തെ കാരുണ്യമാണോ എന്റെ ജീവിതത്തിൽ നിഴലിച്ച് കാണുന്നത്? എന്റെ പ്രവൃത്തിക്ക് അനുസരിച്ചാണോ അവിടുന്ന് എനിക്ക് എന്നെ വിധിച്ചിരിക്കുന്നത്? അതോ അവിടുത്തെ കാരുണ്യത്തിനനുസരിച്ച് അവിടുന്ന് എന്നെ ഉയർത്തുകയാണോ ചെയ്തത്? മനുഷ്യന്റെ ഒരു പ്രവൃത്തിക്കും അവനെ നീതീകരിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ അറിയുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും അവനെ ഉയർത്താൻ കഴിയും. അവിടുത്തെ തിരുവക്ഷസിൽ മുഖമമർത്തുന്നതിനോടൊപ്പം അത്രയും ഉയരത്തിലേക്ക് മനുഷ്യനെ ഉയർത്താൻ ദൈവത്തിന്റെ കരുണയ്ക്കും കൃപയ്ക്കും കഴിയും. ആ ദൈവത്തിന്റെ പഴയ നിയമകാലത്തെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് അറിയുകയായിരുന്നു. ഈശോയെ അങ്ങ് വെളിപ്പെടുത്തിയ കരുണയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഒന്ന് മാത്രം ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ ഞങ്ങളും കരുണ കാണിക്കുവാൻ. അങ്ങനെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന സമവാക്യം ഞങ്ങളിൽ നിറവേറാൻ പരിശുദ്ധാത്മാവ് ആയ ദൈവത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ മറിയമേ, കരുണയുടെ മാതാവേ, അമ്മയുടെ തിരുമുമ്പാകെ ഞങ്ങൾ പ്രണമിക്കുന്നു. സർവജനപദങ്ങളോടുമൊത്ത് കർത്താവ് കാണിച്ച കാരുണ്യത്തെ പ്രകീർത്തിച്ച അങ്ങയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ എന്തോ ഈ കരുണയെ കുറിച്ചുള്ള വാക്കുകൾ പറഞ്ഞില്ലേ, അതില് ആ മൂന്നാമത്തെ വാക്ക് വന്നിട്ട് ഡിസ്കണക്ട് ആയിപ്പോയി. ഒന്നുകൂടി ഒന്ന് പറയാമോ? എല്ലാം പറയാം. മൂന്നാമത്തെ ആണെങ്കിൽ ആ വെർബ് ആയിരിക്കും, ഹെസദ് ആയിരിക്കും. അല്ല, മൂന്നാമത്തേത് ഹനാൻ ആണ്. ഹനാൻ എന്നത് ഗ്രേഷ്യസ് എന്നാണ്. ഹനാൻ എന്നുള്ളതിന്റെ സ്പെല്ലിങ് HNA എന്നല്ല, CHNA. ഇക്ക് കൂട്ടിയിട്ട് ഹനാനാണ്. ഹനാൻ CHNA. പിന്നെ ഹമാലാണ് അടുത്തത്, അത് ടു സ്പെയർ. ഹസ് എന്നത് സഹതാപം, അനുകമ്പ എന്നുള്ളതാണെങ്കിൽ സുരക്ഷ, സൊളിഡിറ്റി, സുരക്ഷ എന്നുള്ളതാണ് എമറ്റിന്. എന്നിട്ട് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉൾഗാത്തായി ഇതിനെല്ലാത്തിനും ട്രൂത്ത് എന്നൊരു പദവേ ഉള്ളൂ ഈ അതിനകത്ത്, എമറ്റെന്നൊക്കെ ഉള്ളതിന്. അപ്പൊ അത് ആ തമ്മിൽ കൺവേ ചെയ്യുന്ന ഐഡിയക്കൊക്കെ ഒത്തിരി വ്യത്യാസമല്ല, ആന്തരികമായ ഒരു ധനം നഷ്ടപ്പെടും. ഇതിൽ മാത്രമല്ല, പലപ്പോഴും സംഭവിക്കാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഈ നാലെണ്ണത്തെ സംബന്ധിക്കുന്ന ഈ പിന്നെ 6 കരുണയുടെ പദാവലിയെ സംബന്ധിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ PDF നമുക്ക് അവിടെ ഇടാം. ഒരു കരുണയുടെ വ്യത്യസ്ത രൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ ജോസൂട്ടി? അതെ, മറ്റേ 52ാമത്തെ ഫുട് നോട്ടാണോ പറഞ്ഞേ? അതെ.
അത് കുറച്ച് ഏറെ ഉണ്ട്. ഏറെ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണത്. അത് ഇട്ടാ നല്ലതായിരുന്നു അല്ലേ? ഇംഗ്ലീഷിലാണോ അത്? അല്ല, ഇത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലുള്ള ആർക്ക് കൊടുക്കാം, പിന്നെ മലയാളത്തിലുള്ളതുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇട്ടാ നല്ലതായിരുന്നു. ജോണിച്ചാൻ ഇട്ടോളാവോ? ഞാൻ ഇട്ടോളാം. PDF ആക്കണം. ഞാൻ പിന്നെ വേർഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് കുഴപ്പമില്ല, വേർഡിൽ പേസ്റ്റ് ചെയ്താലും മതി. എല്ലാവർക്കും അത് പിന്നെ ഉണ്ടാകാൻ വഴിയില്ല. ചെയ്തോളാം. പിന്നെ ധൂർത്തപുത്രന്റെ കൂടെ ചെയ്യണം എന്ന് വിചാരിച്ചത്. അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തെ ഈ ചരിത്രത്തിലൂടെ സംവദിക്കുന്ന കാരുണ്യം എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ അങ്ങോട്ട് ഊന്നുകയില്ല. അത് വലിയ ചാപ്റ്ററും കൂടെ ആണല്ലോ നാലാമത്തെ വലിയ ചാപ്റ്റർ ധൂർത്തപുത്രന്റെ ഉപമ. അതിന് ഇത്രയും കൊടുക്കണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്നത്. ഈ ധൂർത്തപുത്രന്റെ ഉപമ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സുഖമുള്ളതാണെന്നാണ് നമ്മൾ വെറുതെ പറയുന്നത്. കുഞ്ഞച്ഛ ഇതെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? കുഞ്ഞച്ഛൻ ലിനി എന്താ ഇങ്ങോട്ട് വരാത്തത്? എല്ലാരും തിരി എത്തിച്ചു വെച്ചിട്ട് പോയെന്നാ തോന്നുന്നത്. ഇല്ല, ഉണ്ട്. നല്ല സുന്ദരനായിരിക്കുന്നു കേട്ടോ. എന്തോ ഞാൻ പഴയ അതേ കോന്ത്രപ്പല്ല് തന്നെയാ. പിന്നെ ഈ ലൈറ്റിന്റെ ഒരു പ്രത്യേകത കൊണ്ടാ. ഇങ്ങോട്ട് മാറിയിരുന്നപ്പോ ലൈറ്റൊക്കെ മുഖത്തടിക്കുന്നുണ്ട്. അത്രേ. പുതിയ സെറ്റപ്പ് കൊള്ളാം. അതെ. ഇനി റെക്കോർഡിംഗ് വേണോ ജോസൂട്ടി? ഇനി വേണമെന്ന്